തെറ്റ് ചെയ്യാത്തവര് ആരും ഇല്ലടാ ഗോപു. തെറ്റ് ചെയ്യാത്തവര് ആരെങ്കിലും ഉണ്ടോ ഗോപു? ഓ ഇവള് എന്റെ കാലം ബെസ്റ്റ്. 2026 കിനാരത്തുമ്പി 2 എടുക്കണമെങ്കിൽ ജാസിനെ ആക്ട് ചെയ്യാൻ വെക്കണം. എന്റെ ജനറേഷൻ വേണമല്ലേ. എന്തായാലും നീ എത്ര പെണ്ണായിട്ട് മാറിയാലും ബയോളജിക്കലി യു ആർ നോട്ട്. എനിക്കറിയാം ആഷ്ടമ്മമാരുടെ ഫീലിങ്സ്. ഞാൻ എൻ്റെ ഫീലിങ്സ് ആയിട്ട് എനിക്ക് നല്ല സങ്കടമുണ്ട്, നല്ല വിഷമം ഒക്കെ ഉണ്ട് എനിക്ക്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഞാൻ സ്നേഹിച്ചു പോയി. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. ഞാൻ ഒരാളെ സ്നേഹിക്കുന്ന എനിക്ക് ആ ഒരു സ്നേഹം പോകാൻ പറ്റത്തില്ല. നീ എൻ്റെ മോനാണ്, നീ എന്നെ ഇപ്പോൾ കാണാൻ വേണ്ടി വരുന്നത്. നീ ഒരു 2 മാസം 3 മാസം എന്നെ കാണാൻ വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ പെറ്റ വയറല്ലേ, എനിക്ക് നോവൂലെന്ന് എൻ്റെ ഉമ്മയോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഉമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ രണ്ടുപേരും സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ടു. അത് ഒരു ലൈഫ്. എന്നാലും എനിക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ ആഷിയുടെ ഒരു കുട്ടീനെ, അവൻ്റെ അതേ ഭംഗിയുള്ളൊരു കുട്ടി, അതേ മുഖം അതൊക്കെയുള്ള കുട്ടീനെ കാണാൻ ആഗ്രഹമുണ്ട്. എന്ത് പറ്റും, നമ്മൾ ഇങ്ങനെ ആയി പോയില്ലേ. അവന് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയാലോ? ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെ അവനിക്ക് തോന്നുകയാണെങ്കിൽ അവൻ പൊക്കോട്ടെ. അഡ്ജസ്റ്റ്മെന്റ് എന്ന് ചോദിച്ചവര് ഇത് എന്താ ഇത്? എവിടെ പോയാലും ഈ പെൺകളുടെടുത്തും അഡ്ജസ്റ്റ്മെന്റ്, നമ്മുടെ ട്രാൻസ് പീപ്പിളുടെ അടുത്തും അഡ്ജസ്റ്റ്മെന്റ്. ഈ മെന്നുകൊക്കെ എന്തായിടാ? വിജയ് സേതുപതിയാണ് ആക്ടർ എന്ന് എന്നോട് പറഞ്ഞു. ഐശ്വര്യ ലക്ഷ്മി ഓർ ആക്ട്രസ്. സിനിമാക്കാർക്ക് അവർ നിങ്ങളുടെ ഫ്രഷ് ആയിട്ട് ഒന്ന് കാണണം, അപ്പോഴാണ് അവർ ചാൻസ് കൊടുക്കും. കമ്മ്യൂണിറ്റികളെ താഴ്ത്തിയാണ് നീ സംസാരിച്ചിട്ടുണ്ട്. അതെന്തിന്? രണ്ടാംകിട റോളുകൾ എന്ന് പറഞ്ഞതാണ് വലിയൊരു സീനായി പോയത്. അങ്ങനെ പറയാൻ പാടില്ല, അത് തെറ്റ് തന്നെയാണ്. രണ്ടാംകിട എന്നൊരു റോൾ ഇല്ല. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ചാന്തുപൊട്ടാ. ഒരിക്കലും ഇങ്ങനെ ഒരു ജന്മം തന്ന് പരീക്ഷിക്കരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇന്നൊരു വാട്ടി കൂടെ ഇന്നൊരു ദിവസം പ്ലീസ് ആലോചിക്ക് ആശയുടെ അമ്മനെ കുറിച്ച്. വെറും 7,990. കിടിലൻ ഓഫറുകൾ ഇടാൻ തുടങ്ങിയപ്പോൾ അത് കിടിലമണിയായിട്ട് 7,990 ഇട്ടിരിക്കുന്നത്. 365 ദിവസം നമുക്ക് ഓഫറുള്ള ഷോപ്പാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്, ഷൊർണൂർ, വെട്ടിക്കാട്ടിരി. ഹലോ, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ ആൻഡ് വെൽക്കം ടു മൈ ഷോ, ദി ഷക്കീല ഷോ. ഇന്ന് വി ആർ മീറ്റിംഗ് നൺ അതർ ദാൻ ജാസി, ദ കോൺട്രവേഴ്സി ക്വീൻ. അങ്ങനല്ലേ നിന്നെ പറയണം, കോൺട്രവേഴ്സി ക്വീൻ ആണോ? അല്ല, ഞാൻ എനിക്ക് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുള്ളൂ. കോൺട്രവേഴ്സി തനിയെ വന്നു പോകുന്നു അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ നമസ്കാരം. നമസ്കാരം ഡാർലിംഗ്. ഇത് ഈ കോൺട്രവേഴ്സി എന്തിന് ഫേമസ് ആവാണ്? എനിക്ക് ഓൾറെഡി പേഴ്സണലി ഇഷ്ടം എൻ്റെ സന്തോഷങ്ങളാണ് എൻ്റെ വീഡിയോസിലൂടെ ഞാൻ കാണിക്കുന്നത്. ലൈക്ക് റീൽസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താണെങ്കിലും കുക്കിംഗ് വീഡിയോസും റീൽസും അതൊക്കെയാണ് എൻ്റെ സന്തോഷങ്ങൾ. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ കോൺട്രവേഴ്സി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ റിലേഷൻ, എൻ്റെ ജെൻഡർഡ്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് അബദ്ധങ്ങൾ, അത് ഞാൻ പറയുമ്പോൾ ഒരിക്കലും ഞാൻ വിചാരിക്കുന്നത് ഇതൊരു വലിയൊരു കോൺട്രവേഴ്സിയിലേക്ക് പോകാനുള്ള കാര്യമാണ് ഈ പറയുന്നത്. ചിലതൊക്കെ എൻ്റെ മണ്ടത്തരങ്ങളോട് പറഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കോൺട്രവേഴ്സി ആയിട്ട് എനിക്ക് വന്നു പോകുന്നതാണ്. ഞാൻ ഒരിക്കലും ഒരു കോൺട്രവേഴ്സിയിലേക്ക് പോകണം അല്ലെങ്കിൽ ആൾക്കാർ നെഗറ്റീവിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. എനിക്ക് എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് പോകാനാണ് ഇഷ്ടം. പക്ഷേ ചില പ്രശ്നങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുമ്പോൾ അത് തനിയെ അങ്ങ് കോൺട്രവേഴ്സിയിലേക്ക് പോകും. പിന്നെ എങ്ങനെ അറിയാതെ പറയുന്നതോ ഇല്ല അറിയാതെ തെറ്റ് പറയുന്നതാണ്, അറിയാണ്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. ഇതിപ്പോൾ എനിക്കറിയില്ല, ഞാനിപ്പോൾ പറഞ്ഞ ഇത്രയും വലിയൊരു പ്രശ്നം ബാക്കിൽ ഇനി വരാൻ പോകുന്നതാണെന്നൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ പറയുമ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ നോർമൽ ടോക്കായിട്ട് അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. അതാണ് പിന്നീട് വലിയ വലിയ കോൺട്രവേഴ്സി ആയിട്ട് ചർച്ച ചെയ്യുന്നതും. പിന്നെ എല്ലാവരും കൂടെ എന്നെ അങ്ങനെ ക്രൂശിക്കാൻ തുടങ്ങും. പിന്നെ എന്താ അറിയില്ല, ജാസി പറഞ്ഞത് പെട്ടെന്ന് ആൾക്കാരെ ഏറ്റെടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വായന എന്തെങ്കിലും വീഴാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. എനിക്കറിയില്ല അതെന്താന്ന്. പബ്ലിസിറ്റി നല്ലതായാലും മോശമായാലും പബ്ലിസിറ്റി ഈസ് എ പബ്ലിസിറ്റി. അതെ, ഓക്കെ. സോ ഈ പബ്ലിസിറ്റി എന്തിന്? നിനക്ക് സിനിമയിൽ നടിക്കാനാ? എനിക്ക് ഒരു ഡ്രീമാണ് സിനിമ. എൻ്റെ ഒരു ഡ്രീം ഉള്ളൊരു സംഭവം തന്നെയാണ്. എനിക്ക് നന്നായിട്ട് സിനിമയിൽ അഭിനയിക്കണം, അല്ലെങ്കിൽ നല്ല എന്നെ ഓർക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ ആൾക്കാർക്ക് കൊടുക്കണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ട്. അതിനപ്പുറം എനിക്ക് എൻ്റേതായിട്ടുള്ള കുറേ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളിലേക്ക് ഞാൻ എത്തണമെങ്കിൽ എനിക്ക് എൻ്റേതുള്ള കുറച്ച് കഴിവുകൾ പുറത്ത് കാണിക്കണം. എൻ്റെ റീൽസ് ആണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോസിലെ ആണെങ്കിലും അങ്ങനെയൊക്കെ എനിക്ക് കാണിക്കണം. ഞാൻ എന്താണെന്നുള്ളത് അറിയണം. കാരണം ഞാൻ എന്താണെന്ന് അറിയുന്ന ആൾക്കാർ ഒരിക്കലും എന്നെ കുറ്റപ്പെടുത്തില്ല, എന്നെ കളിയാക്കില്ല, അല്ലെങ്കിൽ എന്നെ മിസ്ജെൻഡർ ചെയ്യില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ എന്താണെന്നുള്ളത് അറിയിച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്.
ആര് അറിയുന്നു നീ വിചാരിക്കുന്നു? കാരണം എന്നെ അറിയാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ ഈ മീഡിയയിൽ ഈ സോഷ്യലിൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്നെ അറിയാത്തവരുണ്ടാവും കുറേ. ഇപ്പോൾ ജാസി എന്താണ് എന്ന് അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ എന്നെ പറ്റി ഒന്നും അറിയാത്ത ആൾക്കാരാണ് എന്നെ പറ്റി ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്നെ പറ്റി പറയുന്നതും. ജാസിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അല്ലെങ്കിൽ ജാസി വന്ന വഴികൾ എന്താണ്, ഒന്നും അറിയാത്തവരാണ് എന്നെ പറ്റി ഇങ്ങനെ ഓരോന്ന് കുറ്റം പറയുന്നതും എന്നെ പറ്റി എന്താണ് വീഡിയോസ് ഇടുന്നതും. ഇപ്പോഴും പറയുന്നത് ഞാൻ പെണ്ണല്ല, ഞാൻ ആണ് തന്നെയാണെന്നൊക്കെ പോയിന്റ് ചെയ്ത് സംസാരിക്കുന്നത്. ഇപ്പോൾ എന്താണ് എനിക്കറിയില്ല അതെന്താണ്. അപ്പം അറിയാത്തവർക്ക് വേണ്ടി ഞാനാണ്, അല്ലെങ്കിൽ ഞാൻ എന്താണ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണെന്ന് അറിഞ്ഞവരെ ഒരിക്കലും എന്നെ മാറ്റി നിർത്തില്ല, അല്ലെങ്കിൽ കളിയാക്കില്ല എന്നൊരു ഉള്ളിൽ എനിക്കൊരു വിശ്വാസം. സോ അതിനുവേണ്ടി നീ എല്ലാവർക്കും നീ എന്താണ് എന്റെ വീഡിയോസ് അതുകൊണ്ടാണ് നീ അങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അതെ അതെ. ഓക്കെ, നീ ഫുൾ ട്രാൻസ്ഫോം ആയല്ലേ? ഇപ്പൊ ഫുൾ ആയിട്ടില്ല. ഇപ്പൊ ട്രീറ്റ്മെന്റ് കാരണം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഫുൾ ആയിട്ടില്ല. ആവും. സോ അതുകൊണ്ടാണോ അവരൊക്കെ അങ്ങനെ? എനിക്കല്ലാതെ ശരി, നീ എന്തിനാ ഇത് നീ ഇനി ഫുൾ ആയിട്ടില്ല എന്ന് പറയുന്നത്? ഞാൻ ട്രാൻസ്ഫോം ആയി എന്ന് പറഞ്ഞാൽ പോരെ? എനിക്ക് എന്തോ പേഴ്സണലി അങ്ങനെ പറയാൻ താല്പര്യം. നമ്മൾ എല്ലാം ആയതിന് ശേഷം പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ ട്രീറ്റ്മെന്റിലാണെന്ന് പറയുന്നത് ഒരു തെറ്റില്ലല്ലോ. പിന്നെ ചില ആൾക്കാർ ഒരു വിശ്വാസമുണ്ട്, ഇപ്പോൾ ട്രാൻസ് ഗേൾ ആവണം അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ ആവണമെന്നുണ്ടെങ്കിൽ ഫുള്ള് സർജറി ചെയ്യണം, എല്ലാ സർജറി ചെയ്താൽ മാത്രമേ ആ കുട്ടി ട്രാൻസ്ജെൻഡർ ആവുള്ളൂ. അങ്ങനെ കുറേ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ഇത് നമ്മൾ സ്വന്തം തിരിച്ചറിഞ്ഞ് നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനൊരു ട്രാൻസ് പേഴ്സൺ ആണെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ ഐഡന്റിറ്റിയാണ്. അയാളെ നമ്മൾ അങ്ങനെ അതായിട്ട് അംഗീകരിക്കണം. അത് അംഗീകരിക്കാനുള്ളൊരു മനസ്സ് പല ആൾക്കാർക്കും ഇപ്പം ഇല്ല. അല്ലെങ്കിൽ പലരും അത് ഉണ്ടായിട്ട് പോലും സമൂഹത്തിന് മുമ്പിൽ നമ്മളെ മാറ്റി നിർത്തുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് ഈ സംസാരിക്കാൻ അറിയാത്ത കുറേ ആൾക്കാരുണ്ട്, ഈ നമ്മൾ ട്രോളുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നൊക്കെ സ്ഥിരമായിട്ട് ട്രോളുന്ന ഒരാൾ ഇപ്പം അടുത്തും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജാസി ആണാണ്. അവൻ ദുബായ് വന്നപ്പോൾ ആണായിരുന്നല്ലോ, പിന്നെ എങ്ങനെ ഓൻ പെണ്ണായത്, അല്ലെങ്കിൽ ഓനിപ്പോൾ എങ്ങനെ പെണ്ണായത്. ഇയാളിനെയാണ് ഒരു കുറേ മുമ്പ് പറഞ്ഞത്, ഒന്നെങ്കിൽ ആണാവണം അല്ലെങ്കിൽ പെണ്ണാവണം, ഇതിന് രണ്ടിൻ്റെ ഇടയിൽ നിൽക്കാൻ പാടില്ല എന്ന്. അപ്പം ഞാൻ ഓക്കെ ഫൈൻ, എൻ്റെ ഡിസിഷൻ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായിട്ടുള്ള എൻ്റെ ഉപ്പ മരിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി ഒന്നുകൂടി തുറന്ന് പറയുന്നത്. അതിന് മുമ്പ് ഞാൻ എന്താണെന്നുള്ളത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾക്ക് അറിയാം, പക്ഷെ അത് തുറന്ന് പറയാൻ അല്ലെങ്കിൽ വീട്ടിൽ പറയാനൊക്കെ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഉപ്പ മരണപ്പെട്ടതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഐഡന്റിറ്റി തുറന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുകയാണ്, ഫീലിങ്സ് എന്നുള്ളത് പറഞ്ഞ് ഞാൻ സമൂഹത്തിലേക്ക് വന്നത്. അപ്പോഴും എന്നെ ഈ ട്രോളുന്ന ഈ വ്യക്തി പറയാണ്, അല്ല അവൻ എങ്ങനെ പെണ്ണാവും, അവൻ ഇവിടെ ദുബായിലാണല്ലായിരുന്നോ, അപ്പോൾ അവൻ ഇപ്പോൾ ആണല്ലേ, അവന് എങ്ങനെ പെണ്ണാവല്, അവൻ ജനിച്ചത് ആണായിട്ടല്ലേ, അവൻ എങ്ങനെ അങ്ങനെയാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഇല്ല. അപ്പൊ അത് നമ്മൾ ഇപ്പൊ എന്തൊക്കെയാണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും. എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഇപ്പോ അവർക്ക് വേണ്ടിയാണോ നീ സർജറി ചെയ്യാൻ പോകുന്നത്? അല്ല, ഒരിക്കലും അല്ല. അല്ലല്ല. എനിക്കിപ്പോൾ എൻ്റെ ട്രീറ്റ്മെന്റ് എടുത്തതും, അല്ലെങ്കിൽ ഞാനിപ്പോൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നതും, അല്ലെങ്കിൽ ഹോർമോൺ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നതൊക്കെ എനിക്ക് എൻ്റെതായിട്ടുള്ള, കാരണം എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടാവല്ലോ, എനിക്ക് എന്നെ ഒരു നല്ല ഇതായിട്ട് കാണണം, അല്ലെങ്കിൽ എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചാണ് ഞാൻ. അല്ലെങ്കിൽ വേറൊരാൾ എന്നോട് നീ എന്താണ് സർജറി ചെയ്യണം, അല്ലെങ്കിൽ നീ ഡൗൺ സർജറി ചെയ്യണം, അല്ലെങ്കിൽ നീ വേറെ സർജറി ചെയ്യണം എന്ന് പറഞ്ഞാലൊന്നും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. എനിക്ക് ആ ഒരു ഇത് ഞാൻ നന്നായിട്ട് നോക്കി പഠിച്ച് എനിക്കത് ഓക്കെ ആണ്, അല്ലെങ്കിൽ എൻ്റെ ബോഡി അത് അക്സെപ്റ്റ് ആണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അയാൾ എന്നെ ആണ് എന്ന് പറഞ്ഞാലും എനിക്കത് വിഷമമൊന്നുള്ള കാര്യമില്ല, കാരണം എനിക്കറിയാലോ ഞാൻ എന്താണെന്നുള്ളത്. എനിക്ക് എൻ്റെ ആശിക്കും അറിയാം, പിന്നെ ഞാനത് വേറെ ആൾക്കാർക്ക്. പക്ഷെ എനിക്ക് ഇന്നലെ ഇങ്ങനെ പറയുമ്പോൾ ഒരു വിഷമമുണ്ട്, കാരണം നമ്മൾ ഇത്രയും വേദന സഹിച്ച് ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ വീണ്ടും നമ്മളിങ്ങനെ മിസ്ജെൻഡർ ചെയ്യുമ്പോൾ ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. അത് എപ്പോഴും അങ്ങനെയാണ് ഈ സമൂഹത്തിൽ, സൊസൈറ്റിയിൽ മാക്സിമം ട്രാൻസിനെ അവർ ഏൽക്കുന്നില്ല. സോ ദാറ്റ്സ് ഓക്കെ, അത് അവരുടെ ഇഷ്ടമാണ്, നമ്മ മാറി ഇരുന്നാൽ മതി. അതെ, ഇപ്പോഴും പല സ്ഥലത്തും പറയും അക്സെപ്റ്റേഷൻ കിട്ടി വരുന്നുണ്ട്, എന്താണ് ട്രാൻസിനെ കുറേ ആൾക്കാർ അംഗീകരിക്കുന്നുണ്ട്, ചിലവരൊക്കെ ഉണ്ട്, ഇല്ലാന്നേ പറയുന്നില്ല. പക്ഷെ എന്നാലും പൊതുവെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നമ്മളിങ്ങനെ ഒരു മാറ്റി നിർത്തപ്പെട്ട ആൾക്കാരായിട്ട് തന്നെയാണ് ഇപ്പോഴും കാണപ്പെടുന്നത്. എത്രയൊക്കെ അംഗീകാരം കിട്ടിയെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ നമ്മളെ അക്സെപ്റ്റേഷൻ. നിങ്ങളുടെ ഫാമിലിയിൽ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്തു? എൻ്റെ ഫാമിലിയിലും ഇപ്പോൾ ഓൾറെഡി അറിയാമല്ലോ, ഇപ്പോൾ ഒരു ആശയുടെ ഉമ്മാൻ്റെ ഒരു വിഷയം നടക്കുന്നുണ്ടല്ലോ, ഈ സെയിം സിറ്റുവേഷൻ തന്നെയായിരുന്നു എൻ്റെ ഫാമിലിയിൽ ഉണ്ടായിരുന്നത്. എൻ്റെ ഉമ്മയും അക്സെപ്റ്റ് ഇല്ല, കാരണം അത് ഉമ്മമാരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. പ്രത്യേകിച്ച് ഞങ്ങളെ മലപ്പുറം ഏരിയയിലൊക്കെ ആകുമ്പോൾ ഈ ട്രാൻസ് എന്താണെന്നുള്ളത് ആൾക്കാർക്ക് അറിയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഉമ്മയാണെങ്കിൽ എല്ലാം ഭയങ്കര മുസ്ലിം മതം പോലെ തന്നെ നിസ്കാരം, ഓത്ത്, തഹജ്ജുദ് നിസ്കാരം, അങ്ങനെ എല്ലാവരും ഇപ്പം ആശയുടെ ഉമ്മയാണെങ്കിൽ എൻ്റെ ഉമ്മയൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവർക്ക് എന്താണ് ഇങ്ങനെ ആണും റിലേഷൻ എന്താണ്, അല്ലെങ്കിൽ പെണ്ണും അറിയില്ല. അത് ഭയങ്കര തെറ്റാണല്ലോ, അപ്പം അത് ഇവർക്ക് അറിയില്ല. അപ്പോൾ ഇത് എൻ്റെ ഉമ്മ
ഭയങ്കര എതിർപ്പായിരുന്നു എൻ്റെ ആഷിൻ്റെയും റിലേഷനിൽ. എന്നെ കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ പ്രശ്നം ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. എന്താണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്, എന്താണ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനും ആഷിൻ ദുബായിലേക്ക് ഉമ്മാനെ ഒരു വട്ടം കൊണ്ടുപോയി, എൻ്റെ ഉമ്മാനെ. ആ സമയത്ത് ഉമ്മ അവിടെ വന്ന് ഉമ്മ കണ്ടു ഞങ്ങളെ സ്നേഹം എങ്ങനെയാണെങ്കിലും ഞങ്ങൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ ലൈഫിൽ എന്താണ് ഹാപ്പിനെസ് ഉള്ളത് എന്നുള്ളത് ഉമ്മ കണ്ടപ്പോഴാണ് പിന്നെ എൻ്റെ ഉമ്മ കുറച്ചും കൂടെ ഒക്കെ അക്സെപ്റ്റ് ആയി തുടങ്ങിയത് ഞങ്ങളുടെ റിലേഷനിൽ. ഈ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ആഷിയുടെ ഉമ്മാക്ക് അറിയില്ല. ഞാൻ ഉമ്മാനെ ഒരിക്കലും കുറ്റം പറയല്ല, എൻ്റെ ഉമ്മാനെ പോലെ തന്നെ ഒരു ഉമ്മനെയായിരിക്കും അത്. പക്ഷെ ഉമ്മാക്ക് ഈ എത്തിച്ചു കൊടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതായത് ഉമ്മാൻ്റെ മൈൻഡിലേക്ക് നിങ്ങളെ മോനെ ഇങ്ങനെ ഒരു ആണിനെ കല്യാണം കഴിച്ചിക്കുക, അപ്പം നിങ്ങൾ മരിച്ചു പോയാൽ നിങ്ങളെ ഖബറിലേക്കും ആ ഒരു ഇത് വരത്തില്ലേ, നിങ്ങൾ അവനെ പിന്തിരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉമ്മാക്ക് ഇങ്ങനെ വിഷം കൊടുക്കാൻ. വിഷമില്ല, അത് ആരായെങ്കിലും പറയുമല്ലോ. ഇപ്പൊ എനിക്കൊരു കുട്ടി ഇങ്ങനെ ആയിരുന്നാൽ എൻ്റെ മോന് പോയാലേ ഇപ്പൊ എനിക്ക് എൻ്റെ ജനറേഷൻ വേണമല്ലേ. എന്തായാലും നീ എത്ര പെണ്ണായിട്ട് മാറിയാലും ബയോളജിക്കലി യു ആർ നോട്ട്. അപ്പോ ആ ജനറേഷൻ വേണമെന്ന് തോന്നൂല്ലേ, അതാണ് അവരുടെ പ്രശ്നമായിരിക്കും എന്ന് എന്നെ തോന്നല. എനിക്ക് തോന്നുന്നു ഉമ്മ എപ്പോഴും എനിക്കറിയില്ല, അത് കറക്റ്റ് ആണ്, അവരുടെ ഫീലിങ്സ് അത് കറക്റ്റ് അല്ല. ഉമ്മാനെ വെച്ച് അത് ഞാൻ പറഞ്ഞത്, ഉമ്മാനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഉമ്മാൻ്റെ ഫീലിങ്സ് ഇസ് ഫൈൻ, കറക്റ്റാണ്. ഏതൊരു അമ്മമാരാണെങ്കിലും ചിന്തിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതൊക്കെ. പക്ഷേ ഇപ്പോഴും ഞാൻ എൻ്റെ ഉമ്മാൻ്റെ കുറേ സംസാരിക്കുന്ന വ്യക്തിയില്ല, ആഷ്ട്ര ഉമ്മാൻ്റെ അധികം സംസാരിക്കുന്ന വ്യക്തിയില്ല. പക്ഷെ ഉമ്മ കുറേ അവർക്ക് വേണ്ടി, അത് ഉമ്മാക്ക് എന്നെ ഇഷ്ടപ്പെടാത്ത 2-3 പേരുണ്ട്, എന്നെ ട്രോളുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരാണ് ഉമ്മാക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉമ്മ ഇങ്ങനെ നുണകൾ കുറച്ച് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. ആഷിക്ക് ഫുഡ് കൊടുക്കാണ്ട് ഞാൻ ഫുഡ് കഴിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് പേഴ്സണലി ഭയങ്കര മനസ്സിൽ വിഷമമായി. ആഷിക്ക് ഫുഡ് കൊടുക്കാണ്ട് ഞാൻ ഫുഡ് കഴിക്കുമെന്ന്, ആഷിന് മുമ്പിൽ വെച്ച് ഞാൻ ഫുഡ് കഴിക്കും, അവന് ഫുഡ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട്. ഒക്കെ എനിക്ക് ഭയങ്കര വിഷമം. അതൊക്കെ അവർ അറിയാതെ സംസാരിക്കുന്ന കാരണം എനിക്കറിയാം. എനിക്ക് നിന്നെപ്പോലെ ഒത്തിരി കുട്ടികളുണ്ട്, എനിക്കറിയാം. നിങ്ങൾ ലവ് ചെയ്യുമ്പോൾ നിങ്ങളെ ഹസ്ബൻഡായിട്ട് എടുക്കുമ്പോൾ എല്ലാ പ്രിഫറൻസും അവർക്ക് തന്നെ, അതിനുശേഷം തന്നെ നിങ്ങൾക്ക്. അതെ, എനിക്ക് എന്നെ അറിയുന്ന കുറച്ച് ഫ്രണ്ട്സുകൾക്ക് അറിയാം. ഇപ്പോൾ എന്നെ അറിയുന്ന എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള കുറച്ച് ആൾക്കാർക്ക്, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് അറിയാം ഞാൻ എങ്ങനെയാണ് ആശയെ കൊണ്ടു നടക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ആഷിനെ നോക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞാൻ ഒരു കുട്ടിയെ നോക്കുന്നത് പോലെയാണ് ആഷിനെ നോക്കുന്നത്. കാരണം അവനക്ക് അങ്ങനെ സെൽഫായിട്ട് അങ്ങനെ ഒന്നും അങ്ങനെ വലിയ ചെയ്യാനുള്ള പരിചയമില്ല. കാരണം അവൻ്റെ വീട്ടിൽ അവൻ്റെ കസിൻസും ഉമ്മയും എല്ലാം അവനക്ക് അവിടെ അത്രയും സ്നേഹിച്ച് വളർത്തിയ കുട്ടിയാണ്. അപ്പോൾ അവനക്ക് ഒരു ഡ്രസ്സ് അയൺ ചെയ്യാൻ അറിയില്ല, ഒരു നെയിൽ കട്ട് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ ഒരു ഫുഡ് ഇങ്ങനെ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ പ്ലേറ്റിൽ ഫുൾ ക്ലീൻ ആയിട്ട് ഞാൻ കഴിക്കും. ആഷിനെ ഇങ്ങനെ കഴിക്കുക. അപ്പോൾ അങ്ങനെ കഴിക്കും, ഇടയ്ക്ക് അവന് ഫുഡ് വാരി കൊടുക്കും. അങ്ങനെ ഞാൻ നോക്കുന്നത് അവനെ. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പിന്നെ ഇങ്ങനെ വന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ ഒക്കെ ആൾക്കാർ അത് വിശ്വസിക്കുമല്ലേ, ഉമ്മ പറയുന്നതല്ലേ. ഇപ്പം നമ്മൾ എത്രയൊക്കെ സത്യം പറഞ്ഞാലും ഒരു അമ്മ വന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വേറെ തന്നെയാണ് അല്ലേ. ഇപ്പോൾ എൻ്റെ ഉമ്മ പറയാണ്, നാളെ ഒരു മീഡിയയിൽ പറയാണ് ജാസി എന്നെ അടിച്ചു, അല്ലെങ്കിൽ ജാസി എന്നെ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ വന്ന് പറയാം ഒരിക്കലും ഞാൻ എൻ്റെ ഉമ്മനെ കൊല്ലൂല്ല, ഞാൻ ഒരിക്കലും ഉമ്മനെ കൊല്ലാൻ നോക്കില്ല എന്ന് പറഞ്ഞാൽ അത് ആൾക്കാരെ വിശ്വസിക്കില്ല. ആൾക്കാർ അമ്മ പറയുന്നതേ വിശ്വസിക്കുകയുള്ളൂ. അത് നമ്മളെ ആൾക്കാർ അമ്മമാർക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ അമ്മയുടെ വാക്കിന് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ആണ്. അപ്പോൾ അമ്മ വന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഷോക്കായി, അത്രയേ ഉള്ളൂ. പക്ഷേ അവർ ചോദിക്കുന്നത് കറക്റ്റാ, അവർക്കൊരു ജനറേഷൻ വേണം. അതിനെക്കുറിച്ച് നീ എന്താ ആലോചിച്ചു? ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഇപ്പോൾ ഇവൻ എന്താണ് ആഷിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ചെക്കനാണ്, കല്യാണം കഴിച്ച് നല്ലൊരു കുട്ടീനെയും ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കാൻ അവർക്ക് ഇഷ്ടം, ഉമ്മ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ ഉമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ രണ്ടുപേരും സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ഒരുമിച്ച് ഇരിക്കണം, എങ്ങനെ ഇരിക്കണം, നിങ്ങൾ ഇത് ഈ ഡ്രീംസ് ഒക്കെ മനസ്സിലായി. പക്ഷേ ഓക്കെ, അവരുടെ അമ്മേനെ വിട്, അവനൊക്കെ നാളെ ഒരു കുട്ടി വേണ്ടേ, അവൻ്റെ ജനറേഷൻ വേണ്ടേ. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാനെന്ന് ആലോചന. ഞാൻ അതിനെക്കുറിച്ച് വലിയ ആലോചിക്കുമ്പോൾ ഞാൻ അശ്വനോട് പറയും, ഇങ്ങനെ നിനക്ക് അങ്ങനെ ഒരു വിഷമമുണ്ടോ, ഇപ്പം ഞങ്ങൾ ചോദിക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ആയിട്ട്. നിങ്ങളുടെ ലവ് എത്ര വർഷം? ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ 8-9 വർഷത്തോളമായി. അതിന് വീട്ടിലൊക്കെ അറിഞ്ഞു വന്നിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ. മുമ്പ് ഞങ്ങൾ സ്നേഹത്തിലായിരുന്നു. ആ സമയത്ത് നമുക്ക് പേടിയായിരുന്നു പറയാൻ, വീട്ടിൽ പറയാനൊക്കെ ഒരു പേടി ഉണ്ടാവില്ല. കാരണം ഞങ്ങൾ എങ്ങനെ ഇത് പറഞ്ഞു തുടങ്ങും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് പറയുക എന്നുള്ളതൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങൾ എല്ലാം ഓപ്പൺ ആക്കി എല്ലാവരോടും പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. ദുബായിലാണെങ്കിൽ ചോദിച്ചില്ലേ നിനക്ക് എങ്ങനെ ആഗ്രഹമുണ്ടോ, നിനക്കെന്ന് ഒരു കുട്ടി വേണമെന്നൊക്കെ? ഞാൻ ചോദിക്കും ആശിനോട്. അപ്പൊ ആശി പറയും എനിക്ക് അങ്ങനെ ഞാൻ തോന്നിയിട്ടില്ല, ഇവൻ നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നത്, നമുക്ക് അങ്ങനെ ഒരു ഇത് തോന്നില്ല. ഇപ്പം നീ എൻ്റെ കുട്ടി, ഞാൻ നിൻ്റെ കുട്ടി എന്ന് പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് അങ്ങനെ ഒരു കുട്ടീനെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു അഡോപ്ഷൻ അങ്ങനെയൊക്കെ നോക്കാം, അല്ലെങ്കിൽ അവൻ്റെ തന്നെ നമുക്ക് ചെയ്യാമല്ലോ. അങ്ങനെയൊക്കെ രീതിയിൽ കുറേ സമൂഹം എന്താ ശാസ്ത്രം വളർന്നതാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ. പക്ഷെ എന്നാലും എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ആഷിയുടെ ഒരു കുട്ടീനെ, അവൻ്റെ അതേ ഭംഗിയുള്ളൊരു കുട്ടി, അതേ മുഖം അതൊക്കെ ഉള്ള കുട്ടീനെ കാണാൻ ആഗ്രഹമുണ്ട്. എന്ത് പറ്റും, നമ്മൾ ഇങ്ങനെ ആയി പോയില്ലേ.
ഏതാவது ഒരു ടൈമിൽ അവന് മാറിപ്പോയാലോ അവനക്ക് ഇല്ല എനിക്കൊരു ഫാമിലി വേണം, എൻ്റെ അമ്മ വേണം, എൻ്റെ നീയും നിൽക്ക്, പക്ഷേ എനിക്ക് ഒരു വൈഫും എനിക്ക് കുട്ടിയും വേണമെന്ന് അവന് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയാലോ? ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല, അക്സെപ്റ്റ് ചെയ്യാം. എനിക്ക് പറ്റില്ല. അങ്ങനെ അവനക്ക് തോന്നുകയാണെങ്കിൽ അവൻ പൊക്കോട്ടെ. അവനക്ക് ഒരു കുട്ടി വേണം, ഒരു കുട്ടി വേണം, വൈഫ് വേണം. പൊക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് വെച്ചാൽ എങ്ങനെ? അത് മീൻസ് ഇങ്ങനെ അവനൊരു വൈഫും കുട്ടികളും എല്ലാം, പിന്നെ അതിൻ്റെ കൂടെ ഞാനും ഒരു വൈഫായിട്ട് അവൻ്റെ കൂടെ നിൽക്കുന്ന അതിന് എനിക്ക് താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ അവന് Possessive. കാരണം എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ആൾ വേറെ ആളെ സ്നേഹിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾ വേറൊരാളെ ബെഡ് ഷെയർ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്കത് ഭയങ്കര പൊസസീവ്നെസ്. മനസ്സിലായി. കാരണം ഞാൻ അത് ആലോചിക്കുമ്പോഴേ എനിക്ക് സങ്കടം വരും. അങ്ങനെ ഒരു മൈൻഡ്. പക്ഷെ ഞാൻ ചോദിക്കാറുണ്ട് അവനോട്, എനിക്ക് ഉണ്ടോ? അത് വെറുതെ ഈ ചോദ്യങ്ങളൊക്കെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് വേണ്ടി അല്ലേ? അവന് ചുമ്മാ ഇരിക്കും, പാവം അവൻ പടം ഫിലിം കണ്ടുകൊണ്ടിരിക്കും. നീ പോയി നിനക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടോ? അത് വെറുതെ ഇറിറ്റേറ്റ് നിനക്കറിയാം അവനക്ക് ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ ഉണ്ടാവും. മനസ്സിലാവും. അവന് പറയുമോ തുറന്ന്? എങ്ങനെ പറയും? ചിലപ്പോ തുറന്ന് പറയണ്ടായിരിക്കും. എപ്പോഴും അവന് പറയില്ല. ഇത് നീ പെർപ്പസ്ലി അവനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന വേണ്ടി കേൾക്കുന്ന ക്വസ്റ്റ്യനാ. നിനക്കിത് അറിയണമെന്ന് ആഗ്രഹം, എനിക്ക് എന്തുകൊണ്ടോ ഇല്ല. പക്ഷെ എനിക്കറിയാം ഇവൻ ഇപ്പം ഞങ്ങൾ ഒരുപാടായാലും അപ്പോൾ ആഷിൻ്റെ ഓരോ കാര്യങ്ങൾ എനിക്കറിയാം. ആഷ് അങ്ങനെ ഒരിക്കലും എന്നെ വിട്ട് വേറൊരു ലൈഫിലേക്ക് പോകില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ലൈക്ക് ഒരു വിശ്വാസമുണ്ട്. ഇനിയിപ്പോൾ അഥവാ ഇനി എവിടെ പോയാലും അവസാനം അവൻ എൻ്റെ അടുത്തേക്ക് തന്നെ വരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് ആൾക്കാരെ പറ്റിക്കുന്നുണ്ട്, ആ ഭാര്യമാരെ പറ്റിച്ച് അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട്, ഭർത്താക്കന്മാരും അങ്ങോട്ട് കൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ എൻഡായിട്ട് വരുമ്പോൾ അവർ എവിടെയാണോ നിന്ന് പോയത് അവിടെ തന്നെ എത്തുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം ആഷി എവിടെ പോയാലും എന്നെ വിട്ട് പോവില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്താലും എന്നെക്കുറിച്ച് ആലോചിക്കും, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് എപ്പോഴും ഓർത്ത് വെക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവൻ നാളെ എൻ്റെ അടുത്ത് ആഷി പോയി തന്നെ വെക്കുക, അവൻ വേറൊരു കല്യാണം കഴിച്ചാലും അവന് എന്നെ ഓർക്കും. അത് നമ്മൾ തമ്മിലുള്ളൊരു ബോണ്ട്, ലവും ഒരു ബോണ്ടും അങ്ങനത്തെ ബോണ്ട് അല്ലാതെ ഇങ്ങനെ നടക്കില്ല. 9 years അല്ലേ? അതെ. നിനക്ക് എത്ര വിശ്വാസം ഉണ്ടല്ലോ ആഷി മേലെ. അപ്പൊ പിന്നെ എങ്ങനെ ആ ഒരു കുട്ടി ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നല്ലോ, ഒരു അലിഗേഷൻ വന്നല്ലോ, അതെങ്ങനെ വന്നത്? ഇപ്പോൾ ഞാനും ആഷും കൂടിയിട്ടുള്ള റിലേഷനിൽ ഞങ്ങൾ ദുബായിലുള്ള സമയത്താണ് അത് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കുറച്ച് ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഭയങ്കര നല്ല ഫ്രണ്ട്സായിട്ട് നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഫ്രണ്ട്സ് ഗ്യാങ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഗ്യാങ്ങിൽ നിന്ന് ഒരാളെ കിട്ടണമായിരുന്നു. അങ്ങനെയാണ് ആഷിനെ ആ കുട്ടി ചൂസ് ചെയ്യുന്നത്. പക്ഷേ ആഷി ആണെങ്കിൽ അതിൽ പെടും ചെയ്തു. അങ്ങനെയാണ് ഒരു പ്രശ്നം ഉണ്ടായത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ പിന്നെ കുറച്ച് ദിവസങ്ങൾ മിണ്ടാണ്ട് ഒരു 1 month ഞങ്ങൾ ബ്രേക്കപ്പ് പോലെ തന്നെയായിരുന്നു ഞാൻ ആഷിയും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവൻ ഇപ്പോൾ എവിടെ പോയാലും ആഷി എന്നെ കുറിച്ച് ആലോചിക്കും എന്നുള്ളത്. പിന്നെ എന്നെ വിളിച്ചു, സംസാരിച്ചു, ഞങ്ങൾ വീണ്ടും ഇതായി, പേച്ചപ്പായി. ഓക്കെ ഫൈൻ. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു ഒരു തെറ്റല്ലേ, ഒരു തെറ്റ് പറ്റാത്ത മനുഷ്യന്മാരല്ലല്ലോ, അപ്പോൾ ഒരു വട്ടം നീ തെറ്റ് പറ്റിയത് നീ അങ്ങ് ക്ഷമിച്ചു കൊടുക്ക്, അതാണ് ഏറ്റവും നല്ലത് പറഞ്ഞാൽ. ഏറ്റവും നല്ലത്. യെസ്, ബിക്കോസ് അത് അവള് പർപ്പസ്ലി ചെയ്തതല്ലോ. അല്ലല്ല, അവള് പറ്റിച്ചു. അതെ. അത് പർപ്പസ്ലി ഒരിക്കലും ആഷി ചെയ്തല്ല. ഞങ്ങളെ ഗ്യാങ്ങിന്റെ രഹസ്യങ്ങളും അല്ലെങ്കിൽ ഞങ്ങൾ ഗ്യാങ്ങിനെ പൊട്ടിക്കാനും വേണ്ടിയിട്ട് അവൾക്കൊരാളെ കിട്ടണമായിരുന്നു. അതിന് ആഷിനെ കരുവാക്കി. ആഷിയാണെങ്കിൽ വെരി ഇന്നസെന്റ് പേഴ്സൺ. ആഷി അങ്ങനെയാണ്. പൊതുവെ ഒരാളെ സങ്കടം കേട്ട് കഴിഞ്ഞാൽ അത് ആഷിയുടെ സങ്കടമായിട്ട് ഏറ്റെടുക്കും. ഇപ്പൊ ആഷിയുടെ കയ്യിൽ ആകെ ഒരു 200 രൂപയേ ഉള്ളൂ. ഒരാൾ വന്നിട്ട് എനിക്ക് ഫുഡൊന്നും കഴിക്കാനില്ല, ഒരു 200 രൂപ തന്നെ ആഷി അവന്റെ ക്യാഷ് എടുത്തു കൊടുക്കും. ഇത് എനിക്ക് അറിയുന്ന കാര്യമാണ്. ഇവൻ ഞങ്ങൾ ഇപ്പൊ ദുബായിൽ ഷോപ്പ് നടന്ന സമയത്തും ആരെങ്കിലൊക്കെ വന്ന് ഇങ്ങനെ സഹായം ചോദിച്ചാൽ ആഷി അത് കൊടുക്കും. ആഷി അങ്ങനത്തെ ഒരു വ്യക്തിയാണ്, ഭയങ്കര ഹെൽപ്പ്. നിങ്ങളൊക്കെ ദുബായിൽ എങ്ങനെ പോയതാ? നീ ജനിച്ചത് എവിടെ? ഞാൻ ഇവിടെ നാട്ടിൽ തന്നെയായിരുന്നു. ആഷി എന്നെക്കാട്ടി മുമ്പ് പോയി. അത് കഴിഞ്ഞാണ് ഞാൻ ദുബായിലേക്ക് പോകുന്നത്. വർക്കിന് വേണ്ടി പോയത്? ഞാൻ ജോലിക്ക് വേണ്ടി പോയതാ. ഞാൻ എൻ്റെ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞ് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ദുബായിലേക്ക് പോകുന്നത്. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് എന്നെ കൊണ്ട്. ഇപ്പൊ ദുബായില് ലുലുവില് ഒരു പെർഫ്യൂം ഷോപ്പ് നടത്തുന്നുണ്ട്. ലുലുവിൽ എന്തോ പ്രശ്നമായല്ലോ, അതെന്താ പ്രശ്നം? അത് ഇല്ല, അങ്ങനെ ഒരു പ്രശ്നം ഇല്ല. അത് ഇവര് എന്നെ ട്രോളിന്ന് ഒരുപാട്. അത് ലുലുവിന്റെ ഷോപ്പ് ഞങ്ങൾ ഓപ്പൺ ആക്കി, ഭയങ്കര ബിസിനസ് ആയിരുന്നു ഷോപ്പില്, നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ ആയ സമയത്താണ് അങ്ങനെ ഒരു എലിഗേഷൻ എനിക്കെതിരെ കൊണ്ടുവരുന്നത്. അത് എന്താണ് ഇതേപോലെ ലുലുന്ന് എന്തോ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അത് ആഷിയുടെ ഉമ്മയും പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി. ആഷിയുടെ ഉമ്മാനെ ആഷിയുടെ ഉമ്മാനെ കൊണ്ട് പറയിപ്പിക്കുന്ന ആൾക്കാർക്ക് പർപ്പസ്ഫുള്ളി അവർക്ക് വേണ്ട ഒരു തീം എന്ന് പറയുന്നത് എന്നെ മാക്സിമം ആൾക്കാരുടെ മുമ്പിൽ താഴ്ത്തി കെട്ടണം. ഞാൻ മാക്സിമം ഒരു ചീത്ത വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാൻ വളരെ മോശമായ ഒരു വ്യക്തിയാണെന്ന് അറിയിക്കണം. അതാണ് മെയിനായിട്ട് കാര്യം. ഇപ്പോൾ എന്നെയും ആഷിനെയും അത്രക്ക് പബ്ലിക്കിൽ വന്ന് വളരെ മോശമായിട്ട് പറയുന്ന വ്യക്തിയാണ്
ഈ പറയുന്ന എന്താണ് ഞങ്ങൾ വീട് ചെയ്യുന്ന ഒരു വ്യക്തി, ആ വ്യക്തിനെ അടക്കം ഉമ്മ പറയുന്നത് അയാൾ നല്ല ആളെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വന്തം മകനെ തെറി പറഞ്ഞ് അല്ലെങ്കിൽ സ്വന്തം മകനെ അത്രയും ബേഡായിട്ട് പറയുന്ന വ്യക്തി പോലും ഉമ്മാക്ക് നല്ല ആളാണ്. അപ്പൊ തന്നെ മനസ്സിലാക്കാലോ. അത് അങ്ങനല്ല, എങ്ങനെങ്കിലും അവനെ ബാഡ് ആക്കിയെങ്കിലും അവങ്ങളുടെ അടുത്ത് അവന് വരണം. അതാണ് ഇത് ഈ ഉമ്മാക്ക് പറഞ്ഞു കൊടുത്ത ആൾക്കാരെ മൈൻഡ് എന്താണെന്നറിയോ? എന്നെ ഭയങ്കര താഴ്ത്തി കെട്ടി, ഞാൻ ഭയങ്കര മോശമാണ് ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഞാൻ ആഷിനെ പിടിച്ചു വെച്ചിരിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞ് എന്നെ മാക്സിമം സമൂഹത്തിന് മുമ്പിൽ അങ്ങ് അടിച്ചമർത്തി കഴിഞ്ഞാൽ ഞാൻ സൂയിസൈഡ് ചെയ്യും. എൻ്റെ മൈൻഡ് ഞാൻ ആലോചിച്ച് ഞാൻ എന്തെങ്കിലും അബദ്ധം അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോയാൽ ആഷി ഫ്രീ ആയല്ലോ, അപ്പോൾ ആഷിയുടെ ഉമ്മാനെ തിരിച്ചു കിട്ടും എന്നുള്ള മൈൻഡാണ് അവർ ഉമ്മാക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. പിന്നെ മതപരമായിട്ടും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. കാരണം ആഷിയുടെ ഉമ്മാനോട് ഇവർ പറയുന്നത് ഇങ്ങനെ മതപരമായിട്ട് മരിച്ചു പോയാൽ നിങ്ങൾക്ക് ആ തെറ്റ് കിട്ടൂലേ, അവർ ആൺകുട്ടികളല്ലേ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനൊന്നുമില്ല, അത് നത്തിങ് കൺസിഡറബിൾ. പിന്നെ ആഷി അമ്മയുടെ അടുത്ത് സംസാരിക്കാനുണ്ടോ? അമ്മ സംസാരിക്കാറുണ്ട്. ഈവൻ ആഷി എന്നോടെ പ്രശ്നമുള്ള ആഷിയുടെ ഉമ്മാക്ക്. അതാണ് ഞാൻ ഈ അറിയാത്ത ആൾക്കാർക്ക് അവന് റെഗുലർ ആയിട്ട് അവൻ റെഗുലർ ഡെയിലി വിളിക്കുന്നില്ല, ഒരു 2-3 ദിവസം കൂടുമ്പോ ഉമ്മാനെ വിളിക്കാറുണ്ട്. ഇടയ്ക്ക് ഉമ്മ വിളിച്ച ഉമ്മ ഫോൺ എടുക്കും, ഇടയ്ക്ക് ഉമ്മ ഫോൺ എടുത്താലും ഉമ്മ സംസാരിക്കാറില്ല. ഓരോ ഭാബിമാരെക്കാരും ഫോൺ എടുക്കുക. അപ്പൊ ഉമ്മക്ക് കൊടുക്കാറിനാ എന്താണ് ഉമ്മ പറയും വേണ്ടാന്ന് പറയും, ഇടയ്ക്ക് സംസാരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഈ പ്രശ്നം നടന്ന സമയത്തും ഉമ്മാനെ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞത് എനിക്ക് നിന്നെ കിട്ടിയാൽ മതി, നീ എന്നെ ഒഴിവാക്കിയിട്ട്, അതായത് എന്നെ ഒഴിവാക്കിയിട്ട് വായോ, വീട്ടിലേക്ക് വായോ, എനിക്ക് നീ വേണം, അങ്ങനെയാണ് ഉമ്മ പറയുന്നത്. അതുകൊണ്ട് എന്തോ ഈ പറയുന്ന സ്വത്ത് എന്ന് പറയൂല്ലേ, പ്രോപ്പർട്ടി, അതൊക്കെ കൊടുക്കില്ല എന്ന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അമ്മ? അങ്ങനെയൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പൊതുവെ ഉമ്മ പാവാണ്. ആഷിനെ ഭയങ്കര ഇഷ്ടം. കാരണം ആഷിയുടെ വീട്ടിലെ ഏറ്റവും ചെറിയ മോനാണ്. പിന്നെ അവന്റെ കസിൻസും എല്ലാവരും എന്നോട് പണ്ട് പറയുമായിരുന്നു ആഷിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അവന്റെ ഉമ്മ ഇന്റർവ്യൂ തന്നെ പറയുന്നുണ്ട്, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും കണ്ട ആഷിനെ നോക്കുന്ന്, അത്ര നല്ല മോനാണ്. അപ്പോൾ ഉമ്മാക്ക് ചെറിയ ഉമ്മാന്റെ മനസ്സിൽ ഉമ്മ ചിന്തിക്കുന്നത് ആഷിയുടെ കല്യാണം കഴിഞ്ഞ് ആഷിനെ പോലത്തെ ഒരു കൊച്ചു പേരക്കുട്ടിനെ കാണണം എന്നൊക്കെ ഉമ്മ ആഗ്രഹിച്ചിട്ടുണ്ടാവായിരിക്കും. അപ്പോഴല്ലേ എൻ്റെ ഒരു എൻട്രി വരുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഉമ്മാക്ക് എന്നോട് ദേഷ്യം. ജാസി, ഇപ്പോൾ നീ വരുന്ന മുമ്പ് ഇവിടെ കമ്മ്യൂണിറ്റി വാസ് ഗോയിങ് ഓൺ വെൽ. നീ വന്ന് കുറച്ച് മന്ത്സേ ആയല്ലോ അല്ലേ? ഇപ്പോൾ ഇതിന് നിനക്ക് മേലെ ഉണ്ടായവരെല്ലാം താഴായി. ഇൻഫ്ലുവൻസിങ് ആവട്ടും, ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റീസ് ആവട്ടെ. അപ്പോൾ നീ വന്നിട്ട് ഇവിടെ എന്താ ചെയ്യുന്നത്? കോൺട്രവേഴ്സി എന്തിനാ ചെയ്യുന്നത്? ഞാൻ ദുബായിൽ നിന്ന് വന്ന സമയത്ത് എനിക്ക് ഇവിടെ കുറച്ച് അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു. കാരണം ആ സമയത്ത് ദുബായിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ ദുബായിൽ നിന്ന് വീഡിയോസൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ നാട്ടിൽ വന്ന സമയത്തും ഞാൻ ഒരിക്കലും കമ്മ്യൂണിറ്റികളെ മോശപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഇല്ല, നിന്റെ കുറേ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, നിന്റെ ഫ്യൂ വേർഡ്സ് കമ്മ്യൂണിറ്റികളെ താഴ്ത്തിയാണ് നീ സംസാരിച്ചിട്ടുണ്ട്. അതെന്തിന്? അത് ഞാൻ ഒരിക്കലും അവരെ താഴ്ത്തി സംസാരിക്കണം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് സംസാരിക്കുന്നതല്ല. ചിലതെല്ലാം എൻ്റെ അബദ്ധവശാൽ, ഞാൻ പറഞ്ഞില്ലേ, അബദ്ധവശാലായി പോകുന്നതാ. എനിക്ക് എപ്പോഴും എൻ്റെ കമ്മ്യൂണിറ്റിയാണ് വലുത്. പക്ഷേ ചില സമയത്ത് എനിക്ക് അറിയില്ല, കമ്മ്യൂണിറ്റിയിലും എൻ്റെ വളർച്ച കണ്ടിട്ട് അല്ലെങ്കിൽ ഞാൻ വളർന്നു വരുന്നത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടായിരുമായിരിക്കാം. ഇപ്പോൾ ഒരു നല്ല വശത്തിന് ചീത്ത വശം ഉണ്ടെന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ എൻ്റെ വളർച്ച കണ്ട് അസൂയപ്പെടുന്ന കമ്മ്യൂണിറ്റികളും ചില ആൾക്കാരുണ്ടാവുമായിരിക്കാം. എല്ലാവരും ഞാൻ പറയുന്നില്ല, ചിലവര്. അപ്പൊ അതുകൊണ്ടും അങ്ങനെ വന്നു പോകുന്നു. ചിലവരൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് വളച്ചൊടിച്ച് ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നീ കാരണം നീ ചെയ്യുന്നത് റീൽസ് ആവട്ടെ, ഏതോ ഒന്നാവട്ടെ, അതിൽ നിന്നെയാണ് അവർ ഫസ്റ്റ് ഇപ്പോ എല്ലാ കമ്മ്യൂണിറ്റീസിൽ, എല്ലാ സൊസൈറ്റിയിലും ഏൽക്കാറുണ്ട്. പക്ഷെ നീ വന്ന ശേഷം ഈ കമന്റ്സ്, ബാഡ് കമന്റ്സ് ഒക്കെ, ഈ നിങ്ങൾ അവർ വിളിക്കുന്ന വാർത്തകളുണ്ടല്ലോ, അതൊക്കെ ഇപ്പോൾ തിരിച്ചു തുടങ്ങി. അപ്പൊ നീ കാരണം ഇത് മറ്റവർക്കും ഇത് എഫക്ട് ചെയ്യുന്നുണ്ട്, മറ്റവർക്കും അങ്ങനെ കമന്റ്സ് വരുന്നുണ്ട്. ഇത് എങ്ങനെയാണ് എനിക്കിപ്പോ ഒരു വീഡിയോ ഇടുമ്പോൾ നല്ല കമന്റ്സും വരാറുണ്ട്, ചീത്ത കമന്റ്സും ഉണ്ടാവാറുണ്ട്. മോസ്റ്റ്ലി ചീത്ത കമന്റ്സ് ആണ്. നല്ല കമന്റ്സും ഉണ്ട്. ഇപ്പോൾ കുറച്ച് നല്ല റീൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചില ഈ ബാഡ് കമന്റ് ഇട്ട ആൾക്കാരെ എനിക്ക് തിരുത്തി പറയുന്നുണ്ട്, ഇതിന് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കുറേ ബാഡ് കമന്റ് ഇടാറുണ്ട്, പക്ഷേ ഈ വീഡിയോ അടിപൊളിയായിട്ടുണ്ട് എന്നുള്ള കമന്റും എനിക്ക് വരാറുണ്ട്. പൊതുവെ ഇപ്പോൾ ഞാൻ വരുന്ന മുമ്പും ഈ കമ്മ്യൂണിറ്റികൾക്ക് പോയിട്ട് ആൾക്കാർ ഇങ്ങനെ 9 ചാന്തുപൊട്ട് അങ്ങനത്തെ കമന്റ്സുകളൊക്കെ ഇടാറുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വന്നപ്പോൾ
എനിക്ക് ഒന്നും കൂടെ ഞാനിങ്ങനെ ഈ ട്രോളന്മാരൊക്കെ എന്നോട് ഏറ്റെടുത്ത സമയത്ത് അല്ലെങ്കിൽ നാട്ടിൽ ഞാൻ വന്നിട്ട് കുറച്ചും കൂടെ ഒക്കെ വീഡിയോസും ട്രോളൊക്കെ കുറേ കൂടിയ സമയത്ത് എനിക്ക് പേഴ്സണലി കുറേ ബാഡ് കമൻറ്റ് വരാൻ തുടങ്ങി. അപ്പം അത് കുറച്ചൊക്കെ സാരമായിട്ട് എൻ്റെ കമ്മ്യൂണിറ്റീനെയും ബാധിച്ചിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ എന്താണ് ചിലതെല്ലാം ഞാൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ വായന്ന് വരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എൻ്റെ അതെ. ഇപ്പോൾ ഈ രണ്ടാം ഘട അന്ന് നീ ഒരു വാർത്ത ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഇതിന് കാരണമാണല്ലോ ഈ കമ്മ്യൂണിറ്റി എല്ലാം വന്ന് നിനക്ക് ഓപ്പോസിറ്റ് ആയിട്ട്. അത് ജാസ്ക്ക് മനസ്സിലായോ? അത് എനിക്ക് ഓൾറെഡി ആ ഒരു വേർഡിന് ഞാൻ ഉദ്ദേശിച്ചത് അത് എൻ്റെ മിസ്റ്റേക്കാണ്. ഞാനത് തെറ്റ് എനിക്ക് പറ്റിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് തന്നെ ഞാനത് അപ്പോളജൈസ് ചെയ്ത് ഇട്ട വ്യക്തിയാണ്. കാരണം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, സത്യമാണ്. അത് എനിക്ക് വന്നൊരു മിസ്റ്റേക്കാണ്. അത്തരം റോളുകൾ പക്ഷെ ഞാൻ എൻ്റെ മനസ്സോടെ ഞാൻ ഉദ്ദേശിച്ചത് അത്തരം റോളുകൾ മോശമോ അല്ലെങ്കിൽ അത്തരം റോളുകൾ ചെയ്യുന്ന ആൾക്കാർ മോശമെന്നല്ല. ചിലപ്പോൾ എനിക്ക് കുറച്ച് ഇൻറ്റിമസി ഉള്ള സീനുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ വേഷങ്ങൾ ചെയ്യാൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്ന് വിചാരിച്ചാൽ അത് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും മോശമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു നോക്കി. ഇപ്പോൾ ഞാനുണ്ട് ഇവിടെ. അതെ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഞാൻ അമ്മ സ്ഥാനത്ത് കാണുന്നതാണ് ഷക്കീല അമ്മനെ. അപ്പൊ അമ്മനെ ഇരുത്തിയത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നത് അത്തരം റോളുകൾ ചെയ്യുന്നവർ ഒരിക്കലും മോശപ്പെട്ട ആൾക്കാരല്ല. അവർക്ക് എല്ലാ റോളുകളും ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അവർ എല്ലാ റോളുകളും ചെയ്യുന്ന വ്യക്തികളായിരിക്കും. പക്ഷെ എനിക്ക് പേഴ്സണലി അത് ഞാൻ എൻ്റെ പേഴ്സണലി പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഈ രണ്ടാം കിട റോളുകൾ എന്ന് പറഞ്ഞതാണ് വലിയൊരു സീനായി പോയത്. അത് അങ്ങനെ പറയാൻ പാടില്ല, അത് തെറ്റ് തന്നെയാണ്. രണ്ടാം കിട എന്നുള്ളൊരു റോൾ ഇല്ല. എല്ലാ റോളിനും അതിൻ്റെതായിട്ടുള്ള ഒരു കാര്യം. ജാസി, ഈ നീ പറഞ്ഞത് ആ ക്യാരക്ടേഴ്സിന്റെ ഇന്റിമേറ്റ് ആയിട്ട് അഭിനയിക്കുന്നത് അത് എത്ര കഷ്ടമെന്നറിയോ? തീർച്ചയായിട്ടും അതാണ് ബെസ്റ്റ് ദി ബെസ്റ്റ് തിങ് വൺ പേഴ്സൺ കൻ ആക്ട് ലൈക്ക് ആസ് ഇഫ് യു ആർ കമ്മിങ് യുനോ. അത് എത്ര കഷ്ടമെന്നറിയോ? ആ ഫീലിങ്സ് നിങ്ങളെ കണ്ണിൽ കൊണ്ടുവരണമെങ്കിൽ നീ ഇമാജിൻ ചെയ്യണം. പക്ഷെ അവിടെ യു വിൽ ഹാവ് 20 പീപ്പിൾ ആൻഡ് എ ക്യാമറമാൻ ആൻഡ് എ ഡയറക്ടർ. സോ അത് വളരെ കഷ്ടമാണ്. ആ കാഴ്ചകൾ ചെയ്യുന്നത് വളരെ കഷ്ടമാണ്. അതിപ്പോൾ അമ്മ പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. കാരണം അമ്മ അത് അങ്ങനത്തെ ഫിലിംസ് അഭിനയിച്ച വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി എന്താണ് ഇപ്പോൾ നാളെ ഒരു കഥാപാത്രം ഇപ്പം ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഞാൻ നാളെ എനിക്ക് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് കഥാപാത്രം കിട്ടുകയാണ്. അത് ഇൻറ്റിമസി സീനുകളൊന്നുമില്ല, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് കഥാപാത്രമാണ്. ത്രൂട്ട് നല്ലൊരു ക്യാരക്ടറാണ്. ഞാൻ എൻ്റെ റീൽസിലും അങ്ങനത്തെ അത്തരം കഥാപാത്രങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. ഇപ്പോൾ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഇപ്പോൾ എന്താണ് റാം കെയർ ഓഫ് ആനന്ദി എന്നുള്ള ഇതിൽ മല്ലി എന്നൊരു കഥാപാത്രത്തെ ഞാൻ എൻ്റെ റീൽസിലൂടെ ഞാൻ ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ആ ക്യാരക്ടർ എന്താണെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അത്തരം ക്യാരക്ടർ ഞാൻ എൻ്റെ റീൽസിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, കുഴപ്പമൊന്നുമില്ല. അതെനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഇൻറ്റിമസി ആകുമ്പോൾ ഇപ്പം അമ്മ പറഞ്ഞല്ലോ ഭയങ്കര കഷ്ടപ്പാടാണ് ആ ഫീലിങ്സ് കൊണ്ടുവരണം എന്നുള്ളത്. അത് എനിക്ക് ഭയങ്കര ലൈക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതെ, എല്ലാണ്ട് എനിക്ക് നോർമലി ഇപ്പോൾ ഒരു പൈപ്പിൻ ചോട്ടിൽ വെള്ളം പിടിക്കുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു എന്താണ് നടന്റെ അനിയത്തി ആയിട്ടുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു കോളേജ് സ്റ്റുഡന്റ് ആയിട്ടുള്ള ക്യാരക്ടർ, അതൊക്കെ എനിക്ക് ഓക്കെ. ഇല്ല, അതൊക്കെ നിനക്ക് ഇല്ല മോളെ, അതൊക്കെ നിനക്ക് എന്തിനു തരണം ഇൻഡസ്ട്രി എന്തിനാ നിനക്ക് ആ ക്യാരക്ടർ തരണമെന്ന് നിന്റെ വിചാരം? എനിക്ക് അത്തരം ക്യാരക്ടറുകൾ ചെയ്യാൻ താല്പര്യമുണ്ട്. കാരണം അപ്പൊ ആ താല്പര്യത്തിന് വേണ്ടി നീ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഇപ്പം എൻ്റെ റീൽസ് തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നുണ്ട്, അതേപോലെ എന്താണ് ആക്ടിങ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആക്ടിങ് അല്ലെങ്കിൽ കണ്ടിട്ട് എനിക്ക് അത്തരം റോളുകൾ കിട്ടുമെന്ന് വന്നിട്ടുണ്ടോ അങ്ങനെ ഓഫേഴ്സ്? ഓഫേഴ്സ് വരുന്നുണ്ട്, തമിഴിൽ നിന്ന് വന്നിട്ടുണ്ട്. ചെയ്തോ? ഇല്ല. എന്തിന്? അത് ചെറിയൊരു പ്രശ്നമായപ്പോൾ ചെയ്തില്ല. എന്താ പ്രശ്നം? അഡ്ജസ്റ്റ്മെന്റ് എന്ന് ചോദിച്ചവര്. സീരിയസ് ഞാൻ എന്താ ഇത് എവിടെ പോയാലും ഈ പെൺകളുടെ അടുത്തും അഡ്ജസ്റ്റ്മെന്റ്, നമ്മുടെ ട്രാൻസ് പീപ്പിളുടെ അടുത്തും അഡ്ജസ്റ്റ്മെന്റ്, ഈ മെന്നുകൊക്കെ എന്തായടാ? എനിക്കറിയില്ല. അത് നല്ല റോളായിരുന്നു, തമിഴ് മൂവിയാണ്. ഞാനത് ഓൾറെഡി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നെ കളിയാക്കി. പിന്നെ ജാസിന് അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചാൽ അവർക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, എന്തിനാണ് ചിരട്ട വെച്ച് നടക്കുന്ന ആളൊക്കെ അഡ്ജസ്റ്റ്മെന്റിന് ചോദിക്കുന്നത്? അത്രയും ഭയങ്കര മോശമുള്ള ഇതൊക്കെ എനിക്ക് വന്നാ. എന്നെ ട്രോളുന്ന വ്യക്തിയൊക്കെ എന്നെ ട്രോളിയ വ്യക്തിയാണ്. അത്രയും ഗതി കെട്ട് പോയോ ഇൻട്രസ്റ്റ് എന്നൊക്കെ. ഞാൻ എൻ്റെ ഓപ്പണായിട്ട് എൻ്റെ മനസ്സിൽ നിന്ന് പറഞ്ഞത്. എനിക്ക് സീരിയസ്ലി ആയിട്ട് എൻ്റെ ആഷി ഇവിടെ ഇരിക്കുമ്പോഴാണ് ഞാനിത് സംസാരിക്കുന്നത്. ആഷിക്ക് ഞാൻ ദുബായിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു ക്യാരക്ടർ വരുന്നത്. വിജയ് സേതുപതി സാറുടെ മൂവി ആയിരുന്നു, തമിഴ് മൂവി, സൂപ്പർ ഡീലക്സ്. ഇല്ല, മൂവിയുടെ പേര് എന്നോട് പറഞ്ഞിട്ടില്ല. വിജയ് സേതുപതിയാണ് ആക്ടർ എന്ന് എന്നോട് പറഞ്ഞു. ഐശ്വര്യ ലക്ഷ്മി ഓർ ആക്ട്രസ്. തമിഴ് മൂവിയാണ്, ഒരു ഹൊറർ കോമഡി മൂവി ആയിരുന്നു. അപ്പോൾ മലേഷ്യയിലാണ് ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞു എന്നോട്. ഓക്കെയാണ്. അപ്പൊ അവിടെ ഒരു ഗൈഡ് ആയിട്ടുള്ള ഒരു റോളാണ് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ റോളാണ് എന്നോട് പറഞ്ഞത്. ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു, എല്ലാം കഴിഞ്ഞു, എല്ലാം അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചു. അതെ.
ഓക്കെ ഇപ്പോ നീ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നില്ലേ, ഇത് വെച്ചിട്ട് നിനക്ക് അവർ എങ്ങനെ ആക്ടിങ്ങിന്റെ ഇത് കൊടുക്കും? ആൻഡ് പർട്ടിക്കുലർലി ഈ റീൽസ് ചെയ്യുന്നപ്പോ ഇനി ഓരോരുത്തർ ചെയ്തത് ആണ് നമ്മൾ നിങ്ങൾ ചെയ്യുന്നത്. ചെയ്യുന്നത്. നിങ്ങൾക്കെന്ന് ഒരു ഐഡന്റിറ്റി, ഒരു സ്പെഷ്യൽ ആയിട്ട് ഇത് വേറെ ആരും ചെയ്യില്ല, ഞാൻ തന്നെ ചെയ്യാം, അത് ഒന്നും ഇല്ലല്ലോ. സോ അത് എടുക്കില്ല സിനിമാക്കാർക്ക് അവർ നിങ്ങളുടെ ഫ്രഷ് ആയിട്ട് ഒന്ന് കാണണം, അപ്പോഴാണ് അവർ ചാൻസ് കൊടുക്കും. നീ എങ്ങനെ വിചാരിക്കുന്നു, നിനക്ക് ഇൻ കേസ് ഒരു ക്യാരക്ടർ കൊടുക്കുന്നെങ്കിൽ നിനക്ക് അവിടെ ട്രാൻസ് വുമനായിട്ട് കാണിക്കണോ, അല്ലാതെ വേണ്ട, അത് വേണ്ട, എനിക്കൊരു വുമൻ ആണ് വേണമെന്ന്? അങ്ങനെ എനിക്കില്ല. എനിക്ക് ഇപ്പൊ ട്രാൻസ് വുമൺ ആയിട്ടൊരു ക്യാരക്ടർ കിട്ടുകയാണെങ്കിലും ഞാൻ ചെയ്യും. ഇപ്പോ വുമൺ ആയിട്ട് അത് എന്തിനു ചെയ്യണമെന്ന്, അത് എതൊക്കെ അത് ചെയ്യണം? കാരണം നീ ഇത്രയ്ക്കും കഷ്ടപ്പെട്ട് ഈ സർജറി, ഈ പെയിൻ ഒക്കെ എടുത്ത് യു ആർ ട്രാൻസ്ഫോമിങ് ഇൻ ടു എ വുമൻ, പിന്നെ എന്തിനാ ഈ ക്യാരക്ടർ നീ ചെയ്യണം? അല്ല, അത് എനിക്ക് എല്ലാ ഡയറക്ടറുടെ ചോദ്യമുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ക്യാരക്ടർ വേണമെങ്കിൽ നിങ്ങൾ ആർട്ടിസ്റ്റ് എടുത്ത് മീസൊക്കെ ഒഴിച്ചിട്ട് ദാടിയൊക്കെ ഒഴിച്ചിട്ട് സാരി ഇട്ടിട്ട് ആ ക്യാരക്ടർ ചെയ്തോ. ഇത്ര പെയിൻ എടുത്ത് ഇത്രയ്ക്കും ചെയ്തവരെ തിരിച്ച് അങ്ങനെ എന്തിനു കാട്ടണം? ഓക്കെ, അമ്മ പറയുന്നത് ഈ ട്രാൻസ് ആയി മാറിയ കുട്ടികളെ പിന്നെ ഈ സിനിമയിലേക്ക് എന്തിനാണ് ട്രാൻസ് ആയിട്ട് കൊണ്ടുവരുന്നത്, അവർക്ക് സ്ത്രീ കഥാപാത്രങ്ങൾ കൊടുത്തുകൂടെ എന്ന്. അതെ, അത്രയും കഥ അത് എനിക്കും ആഗ്രഹമുണ്ട്. ഇപ്പൊ എന്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരുപാട് പേര് സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഒരു ട്രാൻസ് ഓറിയന്റഡ് കഥാപാത്രങ്ങൾക്കാണ് അവരെ വിളിക്കുന്നുള്ളൂ. ചില ആൾക്കാരെ വിളിക്കുന്നത് അത്തരം കഥാപാത്രം ചെയ്യാനായിരിക്കും. അല്ലാണ്ട് നോർമലി പ്യുവർ സ്ത്രീ ആയിട്ടുള്ള കഥാപാത്രങ്ങൾക്കും വിളിക്കുന്നുണ്ട്. എല്ലാം നല്ല എനിക്കും അങ്ങനെ ആഗ്രഹമുണ്ട്. എന്തിനാണ് ഇപ്പോൾ നല്ല നടികളായിട്ട് വിളിക്കട്ടെ. ഇപ്പോൾ ഒരുപാട് പേർക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടും കഥകൾ എഴുതുന്നുണ്ട്, സിനിമകൾ എഴുതുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അവർക്കും നല്ല അനിയത്തി ക്യാരക്ടർ വേണം, നല്ല അമ്മ ക്യാരക്ടർ വേണം, നല്ല ചേച്ചി ക്യാരക്ടർ വേണം, നടിമാരെ ക്യാരക്ടർ വേണം. അല്ലാണ്ട് ഒരു പർട്ടിക്കുലറിലേക്ക് അവരെ എഴുതപ്പെടരുത്. ട്രാൻസുകൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ കുറേ സിനിമകൾ ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ട്രാൻസ് വുമൺ ആണെന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കുന്ന വേഷങ്ങൾ അത്തരം ഒരു വേഷങ്ങളായിരിക്കും. അങ്ങനത്തെ വേഷങ്ങളല്ലാണ്ട് അവർക്കും നല്ല നല്ല ക്യാരക്ടറുകൾ വരണം, അവർക്കും നല്ല നല്ല ക്യാരക്ടർ എഴുതപ്പെടണം. അതൊക്കെ അവർക്ക് ആക്ടിങ് അറിയുന്നല്ലോ. ഒരുപാട് പേരില്ലേ ട്രാൻസിൽ വുമൻസ് ഒക്കെ ആയിട്ട് ഇത്രയും നന്നായിട്ട് ആക്ട് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ ഇതിലുണ്ട്, ഫ്രണ്ട്സിലുണ്ട്. ഇപ്പോൾ എന്താണ് കുറേ ആൾക്കാർ അഭിനയിച്ചത് കണ്ടു. ഇപ്പോൾ നല്ല നല്ല വേഷങ്ങളൊക്കെ അവർ ചെയ്യുമ്പോൾ അവർക്കും അതേപോലെ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഒരു സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഒരു നടി ചെയ്യുന്ന അത്തരം കഥാപാത്രങ്ങൾ നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ അവർക്കും പറ്റും. അവർക്കും അത്തരം ക്യാരക്ടർ കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും കഥകൾ എഴുതണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് എനിക്ക്. ഇപ്പോൾ അവർക്കും ഇവർക്കും ഒക്കെ കഥകൾ എഴുതിട്ടില്ല, നല്ല കഥകളെ കിട്ടുന്നില്ല. ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് എല്ലാവരും കാണുന്നത് മലയാളം ഫിലിംസ് ആണ്. അതെ അതെ, ഇവിടെ തമിഴ്നാട് ഒക്കെ കാണുന്നത് മലയാളം ഫിലിംസ് ആണ്. അങ്ങനെ ആയിപ്പോയി, നല്ല കഥകളുണ്ട്. പക്ഷേ ഇതാണ് പ്രോബ്ലം, ഈ ട്രാൻസ് കാണിക്കുമ്പോൾ ട്രാൻസ് ആയിട്ട് തന്നെ കാണിക്കും. ഇത് എനിക്ക് കൂടെ അതിൽ താല്പര്യമില്ല. പിന്നെ ഈ റീൽസ്, അതാണ് ഇപ്പൊ ഞാൻ ചോദിച്ചത്. നീ യാരോ ചെയ്യുന്നത് ഇവിടെ ചെയ്ത് കാട്ടുறது. ഇപ്പൊ ഞാൻ ഇത് രണ്ടാം ഘട്ടതെന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ടാ ഇപ്പൊ ഞാനൊന്ന് ചോദിക്കുന്നത്. ഞാൻ തന്നെ സ്വയം ചെയ്ത ഒരു ക്യാരക്ടർ, ഇവിടെ എല്ലാവർക്കും അറിയാം ഫിലിം കിനാരത്തുമ്പിന്ന്. അതിലൊരു ഡയലോഗ് ഉണ്ട്, തെറ്റ് ചെയ്യാത്തവർ ആരുള്ളടാ ഗോപു. അത് ഒരു 2-3 ആക്ഷൻസിൽ ഒന്ന് ചിരിച്ചിട്ട്, ഒന്ന് ഫീൽ ചെയ്തിട്ട്, ഒന്ന് വെക്കപ്പെട്ട്, ഒന്ന് കറഞ്ഞിട്ട്, ഇത് 4 എങ്ങനെ ചെയ്ത് കാട്ടും? അയ്യോ, ഓക്കെ. ഫസ്റ്റ് ചിരിച്ചിട്ട് തെറ്റ് ചെയ്യാത്തൊരു ആരെങ്കിലും ഉണ്ടോ ഗോപു? ഓ, ഇപ്പൊ ഷൈ ആയിട്ട് തെറ്റ് ചെയ്യാത്തവര് ആരെങ്കിലും ഉണ്ടോ ഗോപു? ഓ, ഇവള് എന്റെ കാലം ബെസ്റ്റ്. നെക്സ്റ്റ് എന്താ? കറഞ്ഞിട്ട് തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഗോപു? ഇല്ല. ഓ, 2026 കിനാരത്തുമ്പി 2 എടുക്കണമെങ്കിൽ ജാസിനെ ആക്ട് ചെയ്യാൻ വെക്കണം. ഓക്കെ, ഇന്നൊന്ന് ആംഗ്രി, ദേഷ്യമായി. തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട് ഗോപു? ഇല്ല.
ആരുമില്ല. സൂപ്പർ ജാസി, സൂപ്പർ സീരിയസ് ആയിട്ട് കിനാരത്തുമ്പി 2 ചെയ്യുന്നത്. ഇനി അത് കാണ്, അത് ആ ഫിലിം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഈ ഇന്റിമേസി സീനോ ഒന്നുമില്ല. ആ കുട്ടി ആ ചരക്കന് ഹി വാസ് ഓൺലി 17 years old. I was 23 then. ഞാൻ പറഞ്ഞു പേടിക്കടാ മോനെ, വാ വാ പേടിക്കരുത് വാ എന്ന് ഞാൻ അങ്ങനെ ചെയ്തു പോയതാ ആ ഫിലിം. there is no sex in it. സോ നീ പേടിക്കാതെ കിനാരത്തുമ്പി 2 നീ തന്നെ ചെയ്യണം. ഇത് ഭയങ്കര പക്ഷെ എനിക്ക് എന്ത് ഒരേ ഒരു സ്റ്റൈലാ, തെറ്റ് ചെയ്യാത്തവര് ആരും ഇല്ലടാ ഗോപു മാത്രമല്ല സ്റ്റൈൽ. എന്നെ ഇപ്പൊ ഈ കേട്ടാലും എനിക്ക് ഇത്രയ്ക്ക് വരില്ല. സൂപ്പർ. അയ്യോ, യുവർ മാരേജ് മുമ്പ് അത് എങ്ങനെ നടന്നത്? അത് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി വീട്ടിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉമ്മാനോട് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് കല്യാണം വേണ്ട, കല്യാണം എനിക്ക് കേൾക്കാൻ ഇപ്പോൾ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞു അതൊന്നുമില്ല, കല്യാണം കഴിഞ്ഞാലൊക്കെ ശരിയാവും, അങ്ങനെയൊന്നുമില്ല. എന്താണ് പിന്നെ അവരുടെ ഉപ്പാക്ക് പിന്നെ കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെ ആയി, വാൾവൊക്കെ ഇതായിട്ട്. അപ്പോൾ പിന്നെ നിർബന്ധമായി കല്യാണം കഴിക്കണം എന്നുള്ളത് ഇതായി. ഞാൻ ഓക്കെ അങ്ങനെ കല്യാണം കഴിച്ചു. പക്ഷേ കല്യാണം കഴിച്ചപ്പോഴാണ് പിന്നെ കൂടുതൽ മനസ്സിലായത് നമുക്ക് ഒരിക്കലും ആ ലൈഫ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ തന്നെ പറ്റില്ല. കാരണം നമ്മളൊരു പെൺകുട്ടികളെ പോലെ ആയതുകൊണ്ട്, നമ്മൾ മൈൻഡ് മുഴുവൻ പെൺകുട്ടി ആയതുകൊണ്ട് നമുക്ക് മറ്റൊരു പെൺകുട്ടിനെ നമുക്ക് ആ ഒരു ലെവലിൽ കാണാനേ പറ്റുന്നില്ല. ആസ് എ ഫ്രണ്ട് അല്ലെങ്കിൽ നല്ലൊരു കൂട്ടുകാരൻ എന്ന രീതിയിൽ നമുക്ക് കാണാം, നമുക്ക് ലൈഫ് എൻജോയ് ചെയ്ത് പോകാം. അങ്ങനെ പറ്റില്ല. നമുക്കൊരു എന്താ പറയുക, അവർക്കൊരു കുട്ടി വേണം, ഫാമിലി പോകണമല്ലോ. അപ്പോൾ എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാനത് അവസാനം ആ കുട്ടിയോട് തുറന്നു പറഞ്ഞു, ഇങ്ങനെ എനിക്ക് പറ്റൂല, നീ വീട്ടിൽ പറഞ്ഞിട്ട് നീ വീട്ടിൽ പറഞ്ഞോ, നമുക്ക് ലീഗലി ഇങ്ങനെ ഡിവോഴ്സ് ആവാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലീഗലി ഡിവോഴ്സായി, സെപ്പറേറ്റഡ് ആയി ഞങ്ങൾ. പക്ഷെ നിനക്കത് ഒരു റെഗ്രഷൻ ഇല്ലേ? നമുക്കിത് എന്തിനാ ചെയ്തത്? ഇപ്പോ നിന്റെ കാര്യം വിട്. ഇപ്പൊ ആ കുട്ടിക്ക് ഇപ്പൊ കല്യാണം കട്ടിയാ കൂടാ, അത് സെക്കൻഡ് മാരേജ് ആവും. അതിലൊന്നും എനിക്ക് റിഗ്രഷൻ ഉണ്ട്. എനിക്ക് റിഗ്രറ്റ് പറഞ്ഞാൽ വേണ്ടായിരുന്നു എന്ന് തോന്നലുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത്യാവശ്യം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു വലിയൊരു റിഗ്രറ്റ് എനിക്ക് തോന്നിയില്ല. പിന്നെ എന്താണ് തോന്നിയില്ലേ? അതായത് കുറച്ചൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് റിഗ്രറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ എന്തായാലും ഒരു കല്യാണം ആയിരിക്കും കുട്ടിയെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയാലും ഇപ്പോൾ ഞങ്ങൾ ഒരു റിലേഷൻ ഉണ്ടായിട്ടൊന്നുമില്ല എങ്കിൽ പോലും ആൾക്കാർ പറയുന്നത് മുമ്പൊരു കല്യാണം കഴിച്ച ആളാന്നുള്ളൊരു മൈൻഡിലുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓഫ് കോഴ്സ് ഉണ്ട്, വേണ്ടിയിരുന്നില്ല എന്നൊരു റിഗ്രറ്റ് എനിക്കുണ്ട്. പിന്നെ ഞാനിങ്ങനെ ആണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും ആ കുട്ടീനെ ഇങ്ങനെ എൻ്റെ ലൈഫിൽ ഇങ്ങനെ സ്റ്റെക്ക് ഓൺ ചെയ്ത് വെക്കുന്നത്, അത് ഞാൻ കുട്ടീനെ ചെയ്യുന്ന വലിയൊരു ഉപദ്രവം കൂടി ആയി പോവില്ലേ. അപ്പോൾ അതുകൊണ്ട് വേണ്ട, അവൾക്ക് ബെറ്റർ ഓപ്ഷൻ ഉണ്ട്, ബെറ്റർ ഒരു ലൈഫ് കിട്ടട്ടെ എന്ന രീതിയിൽ അങ്ങനെ ഡിവോഴ്സ് ആയി പോയതാണ്. ഇത് എപ്പോഴാണ് എൻ്റെ ഈ മാരേജ് ആയത്? ഞാൻ ദുബായിലുള്ള സമയത്ത്. ദുബായിൽ നിന്ന് ഏത് വർഷം? 2000 എത്ര വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു 6 years മുമ്പ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ നിനക്കും ആശയുമായിട്ട് ലവ് ഉണ്ടെന്ന്? ആശി എന്താ പറഞ്ഞത്? ആ സമയത്ത് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ആ സമയത്ത് ഇഷ്ടം അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത്രക്ക് സീരിയസ് ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഉണ്ട്, ഓഫ്കോഴ്സ് ആശി നല്ല ഫ്രണ്ട് അല്ലെങ്കിൽ നല്ലൊരു വെൽവിഷറായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ പറയുന്നുണ്ട് ആഷിനോട് എനിക്ക് കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പറ്റില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയും ഓക്കെ അത് നടക്കും, നീ ടെൻഷൻ അടിക്കേണ്ട, ആ ഒരു മൈൻഡായിരുന്നു. ജസ്റ്റ് ഫ്രണ്ട്സ് ആയി പോലെ നിൽക്കുന്നത് ഞങ്ങൾ ആ സമയത്തൊക്കെ. അതന്നെ ഞാൻ ഇപ്പൊ ചോദിച്ചത്. നിനക്ക് അങ്ങനെ ആയുമ്പോ അവന് വിട്ടുകൊടുത്തല്ലേ, അപ്പോ അവന്റെ ഉമ്മ കേൾക്കുന്നത് മാതിരി നീ വിട്ടുകൊടുത്താലോ? എനിക്ക് എൻ്റെ ലൈഫിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എനിക്കറിയാം. ഒരിക്കലും ഒരു പെൺകുട്ടിയായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ഇവൻ അവനക്കും അറിയണ്ടായിരിക്കും. പക്ഷെ അവന് അങ്ങനെ അല്ലല്ലോ. അവനിപ്പോൾ ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചാലും ചിലപ്പോൾ ആ ലൈഫ് മുന്നോട്ട് പോയാലോ, അല്ലെങ്കിൽ എന്താണ് എനിക്ക് പിന്നെ തിരിച്ച് ആശിനെ കിട്ടിയില്ലെങ്കിലോ, അങ്ങനെയും ഒരു മൈൻഡ് എനിക്കുണ്ട്. പിന്നെ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മൾ തന്നെ സ്നേഹിക്കണം. വേറെ ആൾക്കാരെ കൂടെ ഒരു ഇതാവുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട്, പേഴ്സണലി അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പൊസിറ്റീവ്നെസ് എനിക്ക് കുറച്ച് കൂടുതലുണ്ട്. ഇവൻ ആശയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും എനിക്ക് കുറച്ചും കൂടെ നമ്മളാൾ നമ്മൾ തന്നെ ആയിരിക്കണം എന്നൊരു തോന്നൽ എപ്പോഴും ഉണ്ട്. മാക്സിമം ഇത് ട്രാൻസ് പീപ്പിളിലാണ് ഞാൻ കാണുന്നുണ്ട്. അതർ ജെൻഡേഴ്സിൽ ഇങ്ങനെ എത്ര പ്രോബ്ലം ഒന്നുമില്ല. അവർ ഓക്കെ, ഫസ്റ്റ് വൈഫ് സെക്കൻഡ് വൈഫ് ഉണ്ട്, ഓക്കെ എന്ത് ചെയ്യാനാണ് പോവും. പക്ഷേ നിങ്ങൾ ട്രാൻസ് വിമൻ ആർ ലൈക്ക് സോ പൊസസീവ്. അത് അവരത്രയും മനസ്സറിഞ്ഞിട്ടാണ് സ്നേഹിക്കുന്നത്. കാരണം ഞങ്ങളൊക്കെ
ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ പൊതുവേ എനിക്ക് അങ്ങനെ ഒരുപാട് സ്നേഹം കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ എവിടെ നിന്നും അങ്ങനെ ഒരുപാട് സ്നേഹം കിട്ടിയിട്ടില്ല. ചെറുപ്പം മുതലേ കളിയാക്കലുകളും കുറ്റപ്പെടുത്തലും മാറ്റി നിർത്തലും. ഇവൻ ഞങ്ങളുടെ ഒരു കുടുംബത്തിലൊരു കല്യാണത്തിന് പോലും നമ്മൾ പോയി കഴിഞ്ഞാൽ അവർക്കൊരു മോശമാവും, അല്ലെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർക്കൊരു നാണക്കേടാണെന്ന രീതിയിൽ നമ്മൾ പോകാറുമില്ല കല്യാണത്തിനൊന്നും. അങ്ങനെ കുറേ സ്ഥലത്ത് നമ്മൾ സ്വയം നമ്മൾ മനസ്സിലാക്കി നമ്മൾ മാറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മളെ സ്നേഹിക്കാൻ ഒരാളെ കിട്ടുമ്പോൾ നമ്മൾ 100% അവർക്ക് കൊടുക്കും. അവർ അത്രയും 100% കൊടുത്ത് നമ്മൾ അവരെ സ്നേഹിക്കുമ്പോൾ അവർ നമ്മളെ വിട്ടു പോകുമ്പോൾ ഒരിക്കലും ട്രാൻസ് പീപ്പിളിന് ഇഷ്ടപ്പെടില്ല. അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടായിരിക്കും. നോർമലി ഒരു പെൺകുട്ടിക്കാണെങ്കിൽ ഓക്കെ ബെറ്റർ ലൈഫ് ഇനിയും കിട്ടാനുണ്ടായിരിക്കും. ഒരു ട്രാൻസ് ആകുമ്പോൾ അവർക്കൊരു അത്ര സ്നേഹം കൊടുക്കുന്ന ഇനിയൊരു ആളെ കാണാൻ കഴിയുമോന്ന് ഒരു പേടി. അതെ, നമുക്ക് ഇനി നമുക്ക് ഇപ്പം ആഷിൻ്റെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആഷിനെ പോലെ ഒരാളെ എനിക്ക് ഇനി കിട്ടില്ല, ഒരിക്കലും കിട്ടത്തില്ല. അതിന് അത്രയും ഇതായി പറയാം. കാരണം അത്രയും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തൊക്കെയായാലും അവർ ആൺകുട്ടിയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ചാന്ത് പൊട്ടാ. എത്ര ആൾക്കാർ ഇനി എന്തൊക്കെ ഇതാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ എത്ര നല്ല ഡ്രസ്സ് ഇട്ട് നടന്നാലും എത്ര സുന്ദരികളായി നടന്നാലും ആൾക്കാർ നമ്മളെ ചില ആൾക്കാർ ഇട്ടോ നമ്മൾ കാണുന്നത് ഇപ്പോഴും ആണ് പെണ്ണായതല്ലേ, ജനിച്ചപ്പോൾ ആണല്ലേ, മണിയല്ലേ, അങ്ങനെയൊക്കെയാണ് എനിക്ക് പേഴ്സണലി വരുന്ന കമൻസുകളാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മളെ കണക്കാക്കുകയുള്ളൂ. എത്ര രോഗം എനിക്കറിയില്ല, ഇപ്പോൾ രോഗം പുരോഗം ഇത്ര ഉയർച്ചയിലെത്തി തന്നാലും കുറച്ച് ആൾക്കാരെ അംഗീകരിക്കാൻ കുറേ ആൾക്കാർക്ക് കുറച്ച് മടിയുണ്ട്. അല്ലെങ്കിൽ അത് ഇപ്പം മുസ്ലിംസ് പറയുകയാണെങ്കിൽ അത് ശപിക്കപ്പെട്ട വർഗ്ഗങ്ങൾ, നബി ശപിക്കപ്പെട്ട വർഗ്ഗങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ കുറേ ആൾക്കാർ. അപ്പോൾ അങ്ങനത്തെ ഒരാളെ കൂടെ കൈ പിടിച്ച് ആശി നടക്കുന്നില്ല, ഇത്രയും സമൂഹത്തിന് മുമ്പിൽ എൻ്റെ കൈ പിടിച്ചവൻ നടക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ബെറ്റർ ലൈഫ് ഒരാളെ ഒരു പാർട്ട്ണർ എനിക്ക് കിട്ടണം ഒരിക്കലും എനിക്ക് കിട്ടൂല. അതെനിക്ക് നല്ല ബോധമുണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാവരും പറയുന്നത് നമ്മൾ ശപിക്കപ്പെട്ട വർഗ്ഗമാണെന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് ഓക്കെ, ഞങ്ങളത് ആണോ? അല്ല ഇപ്പം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിക്കപ്പെട്ട വർഗ്ഗങ്ങളാണ് എന്ന് പറഞ്ഞില്ലേ, ആൺവേഷം കെട്ടുന്ന പെണ്ണുങ്ങളെയും പെൺവേഷം പറയാനുണ്ട്. അല്ല അത് ഞാൻ പറയട്ടെ, പുറത്ത് ഇപ്പോ അത് ഈ കമ്മ്യൂണിറ്റിയിലും ഉണ്ടാവുള്ള ആരും അങ്ങനെ പറയില്ല. അവര് ഇത് ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഇത് എടുത്തു അത് അവർ പ്രൗഡായിട്ട് പറയുന്നുണ്ട്. യെസ് ഐ എം എ ട്രാൻസ് വുമൻ. പക്ഷെ നീ അല്ലേ അങ്ങനെ അയ്യോ ദൈവമേ എനിക്ക് എന്തിനാ ഇത് കൊടുത്തത്, അങ്ങനെയല്ല നീ അല്ലേ. ഞാൻ മറ്റുള്ള ട്രാൻസ്ഫോമിൻ്റെ ആ ഒരു ഇതൊന്നും ഞാൻ കേൾക്കുന്നത്. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനിയിപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കുകയാണ് അടുത്തൊരു ജന്മത്തിൽ ജാസിക്ക് പെണ്ണാവണോ ആണാവണോ അത് ഇങ്ങനെ ഒരു ജന്മം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഈ ജന്മം സ്വീകരിക്കില്ല. ഒന്നെങ്കിൽ ഒരു പുരുഷനായിട്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയിട്ട്. ഒരിക്കലും ഇങ്ങനെ ഒരു ജന്മം തന്ന് പരീക്ഷിക്കരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം അത് ഈ ഒരു ജന്മത്തിൽ അനുഭവിച്ചവർക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. ഞാൻ എൻ്റെ കാര്യമായിട്ട് പറഞ്ഞത്, ഞാൻ വേറൊരാളെയും പറയില്ല. ഓക്കെ എല്ലാവരും അവരെ ലൈഫ് പ്രൗഡാണ്, ഓക്കെ ഐ എം എ ട്രാൻസ് പേഴ്സൺ, ഞാൻ പ്രൗഡാണ് എന്നൊക്കെ പറയണത് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ പറയുമ്പോൾ ഞാൻ അത് കള്ളത്തരം പറഞ്ഞ പോലെ ആയിപ്പോവും. ഞാൻ എൻ്റെ ലൈഫിൽ പ്രൗഡാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ജന്മം കിട്ടിയില്ല ഞാൻ പ്രൗഡല്ല. അത് പ്രൗഡായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും ഉറപ്പായിട്ടുണ്ടാവും. ഇപ്പോൾ ട്രാൻസ് വുമൻസ് ഒരുപാട് നല്ല നല്ല ഉയരങ്ങളിൽ എത്തുന്നുണ്ട്. ഒരുപാട് നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്, ഡിസൈനേഴ്സ് ഉണ്ട്, ഒരുപാട് സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ അത് ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിങ്ങനെ ലൈഫ് ഇനി ഒരിക്കലും വേണ്ടെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം അത്രയ്ക്ക് വിഷമവും വേദനകളും ഞാൻ സഹിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതലേ കളിയാക്കൽ, മാറ്റി നിർത്തൽ, ചീത്തപ്പേര് കേൾക്കൽ. നിനക്ക് എപ്പോൾ മനസ്സിലായി നീ ഞാൻ ഇത് തന്നെ ഞാൻ പെണ്ണായിട്ട് ഫീൽ ചെയ്യുന്നു അന്ന് നിനക്ക് എപ്പോൾ തോന്നി? എനിക്ക് ചെറുപ്പം മുതലേ ഇത്താത്തമാരെ ഡ്രസ്സൊക്കെ എടുത്തിടും. എനിക്ക് 2 ചേച്ചിമാരാണ്. അപ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ എടുത്തിടും. അപ്പോൾ മുതലേ എനിക്ക് ചെറിയതാണ്. അപ്പോൾ കുഞ്ഞു കുട്ടിയാകുമ്പോൾ നമ്മളത് അങ്ങനെ എല്ലാവരും ഫാമിലി അത് അങ്ങനെ കളിക്കാൻ നല്ല രീതിയിൽ വിടും. പിന്നെ എനിക്ക് ഞാനിങ്ങനെ റിയലൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ലൈഫിൽ ഈ ലോകത്ത് ഞാനേ ഉള്ളൂ ഇങ്ങനെ, ഞാൻ മാത്രമാണോ ഈ ലൈഫിൽ ഇങ്ങനെ ഉള്ളത്. ഞാൻ വേറെ ആരും കാണുന്നില്ല, എൻ്റെ ചുറ്റുഭാഗത്ത് ഞാൻ വേറെ ആരും ഇതേപോലെ കാണുന്നില്ല. എനിക്ക് മാത്രമാണോ ഇങ്ങനെ തോന്നുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഫീലിങ്സ് എന്താ ഇങ്ങനെ വരുന്നത്, അങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പിന്നീടാണ് ഞാൻ വേറൊരു ഫ്രണ്ടിനെ കാണുന്നതും അവനാണ് പിന്നെ എനിക്ക് ഇങ്ങനെ കമ്മ്യൂണിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കുറേ ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് പരിചയപ്പെടുത്തി തരുന്നതൊക്കെ. അതുവരെ ഞാൻ വിചാരിച്ചത് ഞാൻ മാത്രമാണ് ഇങ്ങനെ ഉള്ളൂ എന്നാണ്. അപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണലി പറയാന്നുണ്ടെങ്കിൽ ഈ ലൈഫിൽ ഒരുപാട് വേദനകൾ. ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നൊരു തെറ്റിദ്ധാരണയാണ്, നിങ്ങളൊക്കെ വിചാരിച്ച നിങ്ങൾക്ക് മാറാൻ പറ്റില്ലേ എന്ന്. നിങ്ങൾക്ക് ആണുങ്ങളെ പോലെ നടന്നൂടെ, ജിമ്മിന് പോയിക്കൂടെ, ആണുങ്ങളെ ഫ്രണ്ട്സായി നടന്നൂടെ, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പോയിക്കൂടെ, ക്രിക്കറ്റ് കളിക്കാൻ പോയിക്കൂടെ, അപ്പോൾ നിങ്ങൾ അങ്ങ് ഓക്കെ ആവുമല്ലോ. ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്തിനാ, പെണ്ണുങ്ങളെ പോലെ ആവുന്നതിനാന്ന് ചോദിക്കും പല ആൾക്കാർ. ഇതൊരിക്കലും ഒരു അഭിനയമല്ല, അല്ലെങ്കിൽ ഇതൊരിക്കലും ഒരു അസുഖമല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. നമ്മളൊരിക്കലും നമ്മൾ ഇപ്പോൾ ഞാൻ ജനിച്ചു കഴിഞ്ഞാൽ ട്രാൻസ് വുമൺ ആവും എന്ന് വിചാരിച്ചാണ് നമ്മൾ ജനിച്ചത്.
ഒരിക്കലുമല്ല. നമ്മുടെ സാഹചര്യം, നമ്മളെ ലൈഫ് ഒക്കെ നമ്മളെ എല്ലാം കൊണ്ടാണ് നമ്മളിങ്ങനെ ആയി പോകുന്നത്. അല്ലാണ്ട് നമ്മൾ ജനിച്ച മുതൽ നമ്മൾ ഞാൻ ട്രാൻസ് ആവാം, കുറേ ട്രാൻസ് ആയി കഴിഞ്ഞാൽ കുറേ പബ്ലിസിറ്റി കിട്ടും, കുറേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. ഇപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ പറയുന്നത്, ഞാൻ അങ്ങനെ വേഷം കെട്ടി നടക്കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പബ്ലിസിറ്റി എന്നുള്ളത്. ഞാൻ ഒരിക്കലും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല ഇങ്ങനെ വേഷം ചെയ്യുന്നത്. എനിക്ക് ഞാനായി ജീവിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ UAE എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അവിടെ ഒരിക്കലും ട്രാൻസിന് അലൗഡ് അല്ല. എനിക്ക് എൻ്റെ നാട്ടിലെത്തിയപ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങിയത്, എനിക്ക് ഇഷ്ടപ്പെട്ട ജ്വല്ലറികൾ ഇടാൻ തുടങ്ങിയത്, എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഞാനായിട്ട് പോകാൻ തുടങ്ങിയത്. മറ്റുള്ള ഭാഗത്തൊന്നും എനിക്ക് അങ്ങനെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും പണ്ട് എന്നെ ട്രോളുന്ന ആൾക്കാർ പറയുന്നു, ജാസി നാട്ടിലെത്തിയാൽ ആണും ദുബായിലെത്തിയ പെണ്ണും എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പം അവർ പറഞ്ഞു, ഇപ്പം ഞാൻ എൻ്റെ നാട്ടിൽ ഞാൻ പെണ്ണായി ജീവിക്കുമ്പോൾ അതും അവർക്ക് പ്രശ്നമാണ്. പിന്നെ ഓക്കെ, ഇനിയിപ്പോൾ എന്തൊക്കെ, ഇപ്പോൾ ഉമ്മാൻ്റെ വോയിസ് വന്നു, അത് വന്നു, ഇത് വന്നു, എല്ലാം വന്നോട്ടെ. ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ. ഓക്കെ, എല്ലാം ഓക്കെ, സമ്മതിച്ചു. ഇതൊക്കെ ഞാനും പടച്ചവനുമായിട്ട് തീർത്തോളാം. ഇനിയിപ്പോൾ ഉമ്മ എന്നെ ശപിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണ്, ഓക്കെ, അത് ഞാനും ഉമ്മയായിട്ട് പടച്ചവനുമായിട്ട് തീർത്തോളാമല്ലോ. തമ്പുരാനെ അറിയാമല്ലോ കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഇത് എവിടെ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം, ഇത് എങ്ങനെയൊക്കെയാണ് പോണത് എന്നുള്ളത് പടച്ചറബിന് അറിയാമല്ലോ. ഇതൊക്കെ പടച്ചറബ് മുമ്പേ കണ്ട കാര്യങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തീർത്തോളാം. അതേപോലെ എനിക്ക് ഒരു കാര്യം പറയുന്നത്, ഇപ്പോൾ പലപ്പോഴും ആൾക്കാർ പറയുന്നത് ഞങ്ങൾ ശപിക്കപ്പെട്ട വർഗ്ഗങ്ങളാണ് എന്ന് പറയാറുണ്ട്. ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മുസ്ലിങ്ങളിൽ എത്ര പേര് കല്യാണം ഡിവോഴ്സ് ചെയ്യുന്നുണ്ട്? പടച്ചോൻ്റെ സിംഹാസനം പോലും വിറ കൊള്ളും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഡിവോഴ്സ് ചെയ്യുമ്പോൾ. അപ്പോൾ ഡിവോഴ്സ് ചെയ്യുന്നത് തെറ്റല്ലേ? അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഡിവോഴ്സ് ചെയ്തിട്ട് വേറൊരു ആളെ സ്വീകരിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഡിവോഴ്സിനെ വേണ്ടി ചിന്തിക്കുന്നത്? അപ്പോൾ അതും ഒരു ക്വസ്റ്റ്യൻ അല്ലേ? ഞങ്ങൾ ശപിക്കപ്പെട്ട വർഗ്ഗങ്ങളാണെങ്കിൽ ഓക്കെ, ഞങ്ങൾ അവിടെ ഭാഗത്തിരുന്നോളാം. അത് റസൂലുള്ള ശപിച്ചത്, പടച്ച റബ്ബിൻ്റെ സിംഹാസനം പോലും വിറ കൊള്ളുന്ന അത്രയും വലിയ പാപം ഞങ്ങൾ ചെയ്യുന്ന മുസ്ലിംസ് ഉണ്ട്, ഡിവോഴ്സ് ചെയ്യുന്ന മുസ്ലിംസ് ഉണ്ട്. മുസ്ലിംസ് ഇല്ല, നോർമലി എല്ലാവരും. അപ്പോൾ ഈ അവർക്ക് എന്താണ് പരിഹാരമുള്ളത്? അപ്പോൾ ദൈവം ഉണ്ടല്ലോ, ദൈവം ഇപ്പൊ എനിക്ക് എന്താ തെറ്റ്. ഇപ്പൊ നീ നിങ്ങളുടെ എക്സ് വൈഫ് എവിടെ നിന്ന് എന്താ അറിയാവോ? ഇല്ല, കോണ്ടാക്ട് ഒന്നുമില്ല. കോണ്ടാക്ട് ഇല്ല, കോണ്ടാക്ട് ഇല്ല. നീ ഏതോ പറഞ്ഞല്ലേ, ഏതോ ഹെൽപ്പ് ചെയ്തെന്ന്, എന്താ ഹെൽപ്പ്? അല്ല, ഞാൻ പഠിപ്പിച്ചു, അത്ര വിദ്യാഭ്യാസം കുറച്ച് പഠിപ്പിച്ചു, ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതായിട്ട്, അങ്ങനെ അത്ര മാത്രമേ ഉള്ളൂ. അതായത് ഞങ്ങൾ നിക്കാഹ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞത്. അപ്പോൾ നിക്കാഹ് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിയണവരെ, ഇപ്പൊ നിക്കാഹ് കഴിഞ്ഞ നമ്മളെ വൈഫാണല്ലോ മുസ്ലിംസിൽ. അപ്പോൾ നിക്കാഹ് കഴിഞ്ഞിട്ട് ഒരു 2 years 3 years ഗ്യാപ്പ് ഉണ്ടായിരുന്നു കല്യാണത്തിന്. അതെന്താ കല്യാണം, എന്താ നിക്കാഹ് എന്താ? അത് ഇവിടെ നമ്മുടെ നാട്ടില് നമ്മൾ പൊതുവെ ഇപ്പോൾ തലേ ദിവസം നിക്കാഹ്, കല്യാണം പിറ്റേ ദിവസം അങ്ങനെ ഉണ്ടാവാറുണ്ട്. മറ്റേത് പണ്ട് ഉറപ്പിച്ച് വെക്കാന്ന് പറയും. ഓ, അത് വലീമ അല്ല, അതിന് നിക്കാഹ് ചെയ്ത് വെക്കും ചിലവര്. ഇപ്പൊ പെൺകുട്ടികൾ പഠിക്കണം എന്നുള്ള പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ വിദേശത്തായിരുന്നു, അപ്പോൾ ആ കുട്ടിക്ക് പഠിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അവളെ നിക്കാഹ് കഴിച്ചു, പള്ളിയിൽ പോയിട്ട് നിക്കാഹ് കഴിച്ചു, മഹറിട്ടു, ആ ഫംഗ്ഷൻ തീർന്നു, ഭാര്യയായി. പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ഫംഗ്ഷൻ എല്ലാം വെച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാനാണ് പഠിപ്പിച്ചതും കാര്യങ്ങളൊക്കെ ചെയ്തത്. ആഷിനെ അമ്മ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിച്ചല്ലേ, അതിനെ കുറിച്ച് എന്തെങ്കിലും കാരണം അതിന് കുറേ നിനക്ക് ബാഡ് നെയിമായി, അതുകൊണ്ട് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? എനിക്ക് എന്നെ അറിയുന്നവർക്ക് അറിയാം എന്താണ് സത്യം എന്നുള്ളത്. പിന്നെ ഉമ്മ അങ്ങനെ വന്ന് സംസാരിച്ചത് എനിക്ക് വിഷമമുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. കാരണം കുറച്ച് ഉമ്മ അതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ഞാൻ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഉമ്മാൻ്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. അതിപ്പോൾ ഉമ്മാൻ്റെ സ്ഥാനത്ത് എൻ്റെ ഉമ്മയാണെങ്കിലും ഈ പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ ഉമ്മയും ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ആഷയുടെ ഉമ്മയും ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിൽ എനിക്ക് എന്താ പറയുക, ഉമ്മ വന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയാൻ പറ്റുക? അത് നമ്മളിനിപ്പോൾ എത്ര നമ്മൾ പറഞ്ഞാലോ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ അത് അങ്ങനെയല്ല ഇത് ഇങ്ങനെയാണെന്ന് ഞാനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടും കാര്യമില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഉമ്മയായതുകൊണ്ട്. ഇനി ഒരു കാര്യം ഉമ്മയ്ക്ക് ഒന്ന് മനസ്സിലാക്കണം, എൻ്റെ വിചാരം എന്താന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് നീ ഇല്ല, ഇപ്പോൾ നീ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പോകുന്ന ഒരു പെണ്ണായി. അപ്പോൾ നിനക്ക് തീർച്ചയായിട്ടും പെണ്ണിൻ്റെ ഫീലിങ്സും മനസ്സിലാവും. അതെ, തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പോൾ അത് ഇപ്പോൾ അല്ല, ഇതിന് മുമ്പേ ആക്ച്വലി നിന്റെ മൈൻഡ്, നിന്റെ ഹാർട്ട് പെണ്ണിൻ്റെയാ. അപ്പോൾ നിനക്ക് ഇതൊക്കെ ഫീൽ ആവുന്നുണ്ട്. പക്ഷെ ഈ ലവ് ഇനി ആശിഷിനെ മാതിരി ഒരു ആൾ കിട്ടുന്നില്ല എന്ന പേടിയിലാണ് നീ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതാണ് സത്യം. അത് വൺ ഡേ അത് ഉമ്മയ്ക്ക് അത് മനസ്സിലാവും. അതിക്ക് വേണ്ടി അത് ഞാൻ പറഞ്ഞത്, ഞാനും എൻ്റെ ഉമ്മയും ഞങ്ങളെ തമ്മിലുള്ള റിലേഷന് എതിർപ്പായിരുന്നു ആദ്യം. അപ്പോൾ ഉമ്മ ഞങ്ങളെ കണ്ടതിന് ശേഷമാണ് കുറച്ച് ഓക്കെ ആയത്, പൂർണ്ണമായിട്ടില്ലെങ്കിലും കുറച്ചും കൂടെ ഓക്കെ ആയത് ഞങ്ങളെ സ്നേഹം കണ്ടതിന് ശേഷം. അപ്പോൾ ആഷിയുടെ ഉമ്മ ഞങ്ങളെ സ്നേഹം കണ്ടിട്ടേ ഇല്ല.
അപ്പോൾ അതുകൊണ്ട് അമ്മക്ക് അറിയില്ല ഞങ്ങൾ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ആഷിനെയാണ് എങ്ങനെ നോക്കുന്നത്. ശരിക്കും ഞാൻ ആഷിനെ എങ്ങനെ നോക്കുന്നത് എന്നുള്ളത് ഉമ്മ കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഉമ്മ അത് പറയില്ല. കാരണം അത്രയും ഞാൻ നന്നായിട്ട് ആഷിനെ നോക്കുന്നുണ്ട്. പിന്നെ എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാവുന്നത് പോലെ, ഹസ്ബൻഡ് വൈഫിന്റെ ഇടയിൽ ഉണ്ടാകുന്ന പോലെ ഇടയ്ക്ക് കുറെ പൊട്ടലും ചീറ്റലൊക്കെ ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. അതില്ലെങ്കിൽ പിന്നെ ലൈഫിൽ ഇപ്പൊ ഞാൻ പറയാണ്, ഞങ്ങള് തല്ലുകൂടാറേ ഇല്ല, അല്ലെങ്കിൽ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് പോകാന്നല്ല, അത് വളരെ ചുമ്മാ പറയുന്നതാണ്. ഞങ്ങളും ഇടയ്ക്ക് പിണക്കുണ്ടാവാറുണ്ട്, ചില സൗന്ദര്യ പിണക്കുണ്ടാവാറുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇറങ്ങി പോവാറുണ്ട്, ആഷി കൂടെ വരാറുണ്ട്, പോലെ വരും. അതൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങോട്ട് കൊണ്ട് തല്ല് കൂടാറുണ്ട്, അതൊക്കെ ഉണ്ടാവാറുണ്ട്. ചായയിൽ ഞാൻ ചിലപ്പോൾ പഞ്ചസാരക്ക് പകരം ഞാൻ ഉപ്പിട്ട് കൊടുക്കും. അയ്യോ തമാശക്ക്. അവനും ഇതേപോലെ എനിക്ക് എന്തെങ്കിലും ചെയ്യും, പ്രാങ്ക് ചെയ്യും. അതൊക്കെ ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. അതൊക്കെ നോർമലി നടക്കുന്ന പോലെ ഒരു ഞങ്ങൾക്ക് പിന്നീട് ഓർത്തിച്ചിരിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾ കാണുന്നുള്ളൂ. ജാസിന് ഏറ്റവും ഒരു റിഗ്രറ്റ് പോയിന്റ് എന്തെങ്കിലും ഉണ്ടോ? വൺ തിങ് ദാറ്റ് യു റിഗ്രറ്റ്? അങ്ങനെ ഒന്ന് കല്യാണം, രണ്ടാമത് ഞാൻ വെറുതെ എക്സ്പ്ലനേഷൻ എന്തിനാ കൊടുക്കുന്നതെന്നുള്ളത് തോന്നിയിട്ടുണ്ട് എനിക്ക്. എന്തിനാ വെറുതെ പറയുന്നവരത് പറയട്ടെ, എന്തിനാണ് ഞാൻ അതിപ്പോൾ ഈ ഉമ്മാൻ്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ അതിന് മുമ്പത്തെ കുറേ കാര്യങ്ങളാണെങ്കിലും ഇവർ പറയുന്ന എല്ലാ കളവിനും ഞാൻ ഇങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുത്തോണ്ടേയിരിക്കും. എവിടെ? ഇൻസ്റ്റയിൽ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. അപ്പൊ ഇവൻ ആഷി പറയും, നീ എന്തിനാ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്, നിന്നെ അറിയുന്നവർക്ക് അറിയാലോ, നീ ഇത് പറഞ്ഞ് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് ആഷി പറയും. എൻ്റെ ഫ്രണ്ട്സുകൾ കുറെ ആൾക്കാർ പറയും. അപ്പൊ ഞാൻ കുറേയൊക്കെ എക്സ്പ്ലനേഷൻ കൊടുത്തത് വേണ്ടായിരുന്നു, എന്തിനാ വെറുതെ അത് അങ്ങനെ വിട്ടാൽ മതിയായിരുന്നു. ഇപ്പൊ ഇവൻ ഇമ്മാന്റെ സീനാണെങ്കിലും അല്ലെങ്കിൽ മുമ്പ് ഈ ലുലുവിന്റെ കാര്യം, അതൊക്കെ എന്തിനാ വെറുതെ ഇങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതെന്ന് ഇങ്ങനെ വിചാരിച്ചു. ഞാൻ ഒന്നും കൊടുക്കണ്ട, അത് അങ്ങനെ ചുമ്മാ അങ്ങ് വിട്ടാൽ മതിയായിരുന്നു എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ അവിടുത്തെ ഒരു ഗാംഗും പിന്നെ ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റി ഒരു ഗാംഗും ഉണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് അവിടെ ബാഡ് കമന്റ്സ് വരികയും അവിടെ നിന്ന് നിങ്ങൾ തിരിച്ച് ബാഡ് കമന്റ്സ് കൊടുക്കുന്നതും, അത് എന്തായിരുന്നു അപ്പൊ പ്രശ്നം? അത് എന്താണ്, നോർമലി ഇപ്പൊ ഈ ഞാൻ പറഞ്ഞു രണ്ടാം കിട എന്നുള്ള ഒരു വാക്ക് അതിനാണ് തുടങ്ങിയത്. ആ ഒരു പ്രശ്നം വെച്ചിട്ടാണ് ഇത് ഇത്രയും തുടങ്ങിയത്. അപ്പൊ ആ സമയത്ത് ഇവൻ എൻ്റെ ഫ്രണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് എനിക്ക് ഇങ്ങനെ ശ്രുതി എന്താണ് ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ ഓൾറെഡി ഇങ്ങനെ എൻ്റെ ഫ്രണ്ട് പറയുന്ന ഫ്രണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഭയങ്കര വിഷമമായി. എനിക്കിങ്ങനെ എല്ലാവരും വന്ന് എന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ നീ അങ്ങനെ അത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരുപാട് പേര് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഈവൻ അവർ എനിക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്, ഓക്കെ ഫൈൻ. അപ്പോൾ എനിക്കത് വിഷമമായപ്പോൾ എൻ്റെ ഫ്രണ്ട് പോയിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ പറയല്ലേ, കാരണം അത് അവനക്ക് വിഷമമാവുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ എന്ത് റൈറ്റ് ആണുള്ളതെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിച്ചു. അങ്ങനെയാണ് സീനാവുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ എന്താണ് വീടിന് താഴത്ത് പോയിട്ട് ഇവർ കുറേ ബാഡ് കമൻറ്റ് ഇട്ടു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബാഡ് കമൻറ്റ് ഇട്ടു. അങ്ങനെയൊക്കെയുള്ള ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ. സോൾവ് ആയോ? അത് പിന്നെ പറഞ്ഞ് സോൾവ് ആക്കി. അവിടെ ജയിലിലുണ്ടായിരുന്നു? ജയിലിലുണ്ടായിരുന്നു. അത് ഞാൻ എത്ര ദിവസം? അത് 27 ദിവസം. പിന്നെ ബെയിലെടുത്തു. എനിക്ക് ഇപ്പൊ കുറെ ആൾക്കാർ പറയുന്നത് ദുബായിൽ ഞാൻ ബാനാണ്. ദുബായിൽ എനിക്ക് ബാനൊന്നുമില്ല. ഞാൻ ദുബായിൽ ജയിലിൽ കിടന്നത് വിസയുടെ പ്രശ്നം കൊണ്ടായിരുന്നു. കാരണം എനിക്ക് ഒരു ടീം എന്നെ എന്താണ് ജോലിക്ക് എടുത്തിട്ട് അവരെനിക്ക് വിസ തരാമെന്ന് പറഞ്ഞിട്ട് വിസിറ്റിങ്ങിലായിരുന്നു എന്നെ അവിടെ ജോലി ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിസിറ്റിങ്ങിൽ അവിടെ ജോലി ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു വട്ടം ചെക്കിങ്ങിന് വന്നപ്പോഴാണ് ഞാൻ പ്രശ്നത്തിലായിപ്പോയത്. അതുകൊണ്ടാണ് UAE ജയിലിൽ വന്നത്. ഇപ്പോഴും വേണമെങ്കിൽ ദുബായിൽ എനിക്ക് പോവാം. പക്ഷെ ഇപ്പൊ ഞാൻ എൻ്റെ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്തുകൊണ്ട് എനിക്ക് ഇനി ദുബായിൽ പോകാൻ പറ്റത്തില്ല. കാരണം ഇനിയിപ്പോൾ പോവാണെങ്കിൽ എൻ്റെ പാസ്പോർട്ട് എല്ലാം ചേഞ്ച് ചെയ്ത് ഫീമെയിലേക്ക് ആക്കണം, അല്ലാണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ആഷി പോവാറുണ്ടല്ലോ ഇടയ്ക്ക്, ആഷി പോവാറുണ്ട്. പിന്നെ അവിടെ ഓൾറെഡി സ്റ്റാഫ് ഉണ്ട്, പിന്നെ നമ്മുടെ പാർട്ട്ണർ ഓൾറെഡി അവിടെ ഉണ്ട്, അജീഷേട്ടൻ ഉണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഫ്യൂച്ചർ നീ എന്താ ആലോചിക്കുന്നുണ്ട്? ഫ്യൂച്ചറിൽ ബേബി 5 years 10 years? ഇപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ ആലോചിക്കുന്നത്, ഇപ്പോൾ ഞാൻ അത്യാവശ്യം റീൽസ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിക്കാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഞാൻ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഇടുന്ന ആളാണ്. ഭാവിയിൽ ചിലപ്പോൾ ഞാനൊരു ചെറിയ റെസ്റ്റോറൻറ്റ് തുടങ്ങും. പിന്നെ ഒരുപാട് പേര് എൻ്റെ വീഡിയോ നോക്കുന്നത്, ഇപ്പോൾ ഈവൻ പെണ്ണുങ്ങൾ എൻ്റെ വീഡിയോ നോക്കുന്നത് എൻ്റെ കോസ്റ്റ്യൂമിന് വേണ്ടി നോക്കാറുണ്ട്. ജാസ്ത്ര പുതിയ പുതിയ കോസ്റ്റ്യൂംസുകൾ ഏതാ, ചുരിദാറുകൾ ഏതാ, സാരി ഏതാ നോക്കാറുണ്ട്. അപ്പോൾ മേ ബി ഞങ്ങളിപ്പോൾ ഒരു ഫ്യൂച്ചറിൽ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്, ഞാൻ ആശയം കൂട്ടി ഒരു ബുട്ടിക്ക് ഞങ്ങളിപ്പോൾ അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും വെച്ചിട്ട് ഒരു ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാനിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു തട്ടുകട, ഒരു കുഞ്ഞു തട്ടുകട, ഒരു റെസ്റ്റോറൻ്റ് ഒന്നല്ല, നല്ല ലൈവായിട്ട് ഫുഡ് കൊടുക്കുന്ന ഒരു ചെറിയ മറ്റേ ഇതില്ലേ, സൈക്കിൾ പോലത്തെ ഇതിൽ ഓംലെറ്റ്, തട്ടുകട, അങ്ങനെ ഇഡ്ഡലി, ദോശ, സാമ്പാർ എല്ലാം എൻ്റെ കൈകൊണ്ട് അടിപൊളി ദോശ, സാമ്പാർ ഒക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു കുഞ്ഞൊരു നൈറ്റ് മാത്രം ഓപ്പൺ ആക്കുന്ന ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റ്, നല്ല
വൈബായിട്ട് നിൽക്കുന്ന കുറച്ച് ചെറിയ ആൾക്കാരൊക്കെ വെച്ചിട്ട് തുടങ്ങാൻ ഭയങ്കര ഇതുണ്ട്. അതൊക്കെയാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ ഇനിയിപ്പോൾ ഭാവിയിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. ബില്ല് പാസ്സായപ്പോൾ കോർട്ടില് അപ്പൊ എന്തിനാ പെട്ടെന്ന് കല്യാണം ആശിനെ കെട്ടിയിട്ടുണ്ടടി? പാസ്സായിട്ടോണ്ട് കിട്ടിയതല്ല, നമ്മൾ ഓൾറെഡി എൻ്റെ ആ സമയത്താണ് എൻ്റെ ഉപ്പ മരണപ്പെടുന്നൊക്കെ ചെയ്യുന്നത്. ഉപ്പ കാരണം എനിക്ക് പേടിയായിരുന്നു ഉപ്പാനോട് പറയാൻ, ഐഡന്റിറ്റി തുറന്ന് പറയാൻ പേടിയായിരുന്നു. ഉപ്പാനോട് ഉപ്പാൻ്റെ ഏട്ടന്മാരോടൊക്കെ പറയാൻ പേടിയായിരുന്നു. ഉമ്മാനോട് ഓൾറെഡി അങ്ങനെ പറയും, കുറച്ചൊക്കെ അങ്ങനെ പറയും, എനിക്ക് ഇങ്ങനെ വേണ്ട ഉമ്മ അങ്ങനെയൊക്കെ പറയും. ഉമ്മാനോട് പറയാം, അമ്മമാരോട് പിന്നെ നമുക്ക് എന്തോ ഓപ്പണായി പറയില്ല. അച്ഛന്മാരമ്മക്ക് കുറച്ചുകൂടെ ഒരു പേടിയായിരിക്കും. അത് ആ പേടിയെന്ന് മീൻസ് നമ്മുടെ അച്ഛൻ തല്ലുകൊണ്ടല്ല, അച്ഛൻ ഭയങ്കര പാവമാണ്, പക്ഷെ നല്ലൊരു റെസ്പെക്റ്റ് കൊണ്ടുള്ളൊരു പേടിയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പറയാൻ പേടിയായിരുന്നു. അപ്പം ഉപ്പ മരണപ്പെട്ടതിന് ശേഷമാണ് എൻ്റെ ലൈഫും ഇതേപോലെ ആയിപ്പോയി. അപ്പം പിന്നെ ഞാൻ അങ്ങനെ വിചാരിച്ചു, ഓക്കെ ഇന്ന് പിന്നെ പറയാം, ഓപ്പൺ ആയിട്ട് തന്നെ പറയാം എന്ന രീതിയിലാണ് പിന്നെ പറഞ്ഞത്. അതുമായിട്ട് കണക്ഷൻ ഇല്ല. ഓക്കെ, ഇപ്പോൾ എനിക്കൊരു എന്താന്ന് വെച്ചാൽ ഈ നിനക്ക് കല്യാണം ചെയ്യുന്നെങ്കിൽ നീ ചെയ്യും, അത് നിന്റെ ലൈഫ്. എന്തിനാ വെറുതെ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഈ എക്സ്പ്ലനേഷൻ കൊടുത്തതാണ് വലിയ മിസ്റ്റേക്ക് ആയി പോയത്. ഒന്നും വേണ്ട, നമ്മൾ നമ്മളെ കാര്യം നോക്കി ഇരുന്നാൽ മതി. എത്ര ട്രാൻസ് വുമൻ ഉണ്ട് കല്യാണം ചെയ്തിട്ട്, എൻ്റെ മോളുകൾ എത്രയോ ഉണ്ട്. പക്ഷെ അവരൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരില്ല. ഇപ്പൊ വരുന്നത് കൊണ്ടാണല്ലോ ഇത്ര പ്രശ്നം നിങ്ങൾക്ക്. അതെ അതെ, ഇവരും അവരും എവരും ആരായിട്ടും നിന്നെ ചോദിച്ച് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. നീ ഇത് സോഷ്യൽ മീഡിയ അത് വന്നത് കൊണ്ടല്ലേ. അത് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഈവൻ എനിക്കൊരു പാഷൻ ഉണ്ട്. അപ്പോൾ ആ പാഷനിലേക്ക് ഞാൻ എത്തിപ്പെടാൻ എനിക്ക് കുറച്ചുകൂടെ ഈസി ടു വേ സോഷ്യൽ മീഡിയയാണ്. കാരണം കുറച്ചുകൂടി ആൾക്കാർ എന്നെ അറിയപ്പെടും, കുറച്ച് ആൾക്കാരോട് എന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എനിക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരിക്കലും ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി വരും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രോളുകൾ വരും എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ നമ്മൾ. പിന്നെ എനിക്കല്ല, ഇൻസ്റ്റാഗ്രാം എൻ്റെ ആശിൻ്റെയും ഫോട്ടോ കാണിച്ച് അങ്ങ് റീച്ച് അങ്ങോട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾ അതേപോലെ പാറ്റേണിൽ ചെയ്യും. ജാസിനെ ആഷിനെ പിടിച്ച് കഴിഞ്ഞാൽ കുറച്ച് റീച്ച് കിട്ടും, അല്ലെങ്കിൽ കുറച്ച് വ്യൂസ് കിട്ടും. ഇപ്പോൾ യൂട്യൂബ് ചാനലാണെങ്കിൽ ഇപ്പോൾ ഈ ആഷിയുടെ ഉമ്മാൻ്റെ വീഡിയോസ് ഇറങ്ങിയ ശേഷം കുറേ യൂട്യൂബേഴ്സ് ഞങ്ങളെ ഫാമിലി ആഷിയുടെ ഉമ്മാനൊക്കെ വെച്ചിട്ട് ഭയങ്കര വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് റീച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ റീച്ച് കിട്ടുന്ന ആൾ എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമുക്കൊരു വീഡിയോ ഇട്ട് നമുക്ക് അതിന് റീച്ച് ഉണ്ടെങ്കിൽ നമ്മൾ ആ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങും. ഇതും ആൾക്കാർ അതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുന്നത്. എന്നെ പിടിച്ച റീച്ച് കിട്ടുന്നതുകൊണ്ട് എന്നെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു വാട്ടി കൂടെ ഇന്നൊരു ദിവസം പ്ലീസ് ആലോചിക്ക് ആശിയുടെ അമ്മനെ കുറിച്ച്. ഡോണ്ട് മിസ്റ്റേക്ക് മീ. കാരണം ഞാൻ പറഞ്ഞത് ആശിക്കും ഒരു ജനറേഷൻ വേണ്ടും, അവൻ്റെ ബ്ലഡിന്. അവൻ്റെ ഉമ്മനെയും അവൻ കാണാനുണ്ട്. ആൻഡ് അവർക്ക് ജനറേഷൻ വേണ്ടും. അത് നിങ്ങളുടെ ഡിസിഷനാ. പക്ഷേ ഞാനൊരു എൽഡർലി പേഴ്സൺ ആയിട്ട് ഞാനിത് ജസ്റ്റ് നിനക്ക് ഒരു അഡ്വൈസ് ആലോചിച്ചിട്ട് മാത്രം എന്തെങ്കിലും. ആഷിയുടെ ഉമ്മാനെ അവൻ പോയി കാണുന്നോണ്ട്, അല്ലെങ്കിൽ ആഷിയുടെ ഉമ്മാനോട് അവൻ കോണ്ടാക്ട് ഉണ്ടോണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല. എന്തെന്തോ പറയുന്നുണ്ട് അവർ, ഇനി എന്തോ ഒരു മുട്ടയൊക്കെ ഇട്ട് ഏതോ ബ്ലാക്ക് മാജിക് ചെയ്യുന്നത്. എന്താ ഇതൊക്കെ? അതൊക്കെ വെറുതെ പറയുന്നതാ, അങ്ങനെയൊന്നുമില്ല. ഇവിടെ അമ്പലത്തിൽ പോയതാണ് ഈ പറയുന്നത്. ഞാൻ ഓൾറെഡി എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവളെ കൂടെ ഓൾറെഡി എൻ്റെ ഫ്രണ്ട് കരീഷ്മ, അവള് അവിടുത്തെ ഭക്തിയാ. ഇതെങ്ങനെ അവർക്കറിഞ്ഞ്? അത് ആഷി പറഞ്ഞതാ വീട്ടിൽ പോയപ്പോഴല്ലേ. ഇവനെ തല്ലി അടിച്ചാ തന്നെ നിനക്ക് കറക്റ്റ്. ഇവൻ എന്തിനാ അത് പോയി? അത് ഇവൻ വീട്ടിൽ നിൽക്കാൻ, അത് ഞങ്ങൾ അന്ന് കരീഷ്മയുടെ വീട്ടിലാണ്, ദുബായിൽ നിന്ന് വന്ന സമയത്ത് ഞങ്ങൾ അവളെ വീട്ടിലാണ് നിന്നത്. അപ്പോൾ അവളെ വീട്ടിൽ നിന്ന സമയത്ത് ഞങ്ങൾ ഇവള് പറഞ്ഞു ഇങ്ങനെ ഇന്ന് എനിക്കൊരു ഇവിടെ അമ്പലത്തിൽ പോകണം, നിങ്ങൾ വരുന്നോന്ന് വെച്ചപ്പോൾ നമ്മൾ അവിടെ നമുക്ക് കയറാൻ പറ്റുമെന്ന് വെച്ചാൽ അവിടെ എല്ലാവർക്കും വരാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവരെ കൂടെ ഫാമിലി ആയിട്ട് പോയതാണ്. അപ്പോൾ എനിക്ക് പൊതുവെ ഈ അമ്പലങ്ങൾ, ഈ പഴയ പള്ളികൾ, പഴയ അമ്പലങ്ങൾ, വിഗ്രഹങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ്. നന്നായിട്ട് വരയ്ക്കും ഞാൻ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ അമ്പലങ്ങൾ കാണാൻ, അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനും അവരെ കൂടെ അങ്ങനെ പോയതാണ്. അപ്പോൾ പോയപ്പോൾ അവിടെ അവർക്ക് അന്ന് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം കണ്ടു കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. പിറ്റേ ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി, ആഷി അവൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ ഉമ്മ പോയി ചോദിക്കല്ലോ അങ്ങനെ കരീഷ്മയുടെ വീട്ടിൽ പോയപ്പോൾ കാര്യങ്ങൾ, അല്ലെങ്കിൽ പൊതുവെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞതാണ്, ഞങ്ങൾ അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, അവിടെ പോയി, അവിടെ അത് ഇങ്ങനെ ഒരു അമ്പലമായിരുന്നു, അങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അവൻ പറഞ്ഞതാ. അപ്പൊ അത് ഉമ്മാക്ക് അങ്ങനെ അങ്ങനെ ചെയ്തത്. ഇപ്പൊ നമ്മൾക്കൊരാളെ സ്നേഹം ഇതൊക്കെ മോശം. എങ്ങനെ വാക്കുകൾ ഇതൊക്കെ ഇങ്ങനെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടെന്ന് പറയുന്നതൊക്കെ. ഞാൻ എന്തൊക്കെയായാലും എനിക്ക് എൻ്റെ പടച്ച റബ്ബ് അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ എന്ത് തെറ്റ് ചെയ്തോട്ടെ, ഞാനിപ്പോൾ ഇത് പൊട്ട് വെച്ചിരിക്കുന്നു ഒക്കെ ഞാൻ ചെയ്യുന്നത് എനിക്ക് ഒക്കെ ചെയ്തോട്ടെ. പക്ഷെ എൻ്റെ എൻഡ് ഓഫ് ദി ലൈഫിൽ എനിക്കും പഠിച്ചവനുമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ തീർക്കാം അല്ലേ. അതിലിപ്പോൾ നമ്മൾ പൊട്ട് വെക്കരുതെന്നൊന്നും ഇല്ല, അങ്ങനെ വെക്കാം. അതൊരു അലങ്കാര പൊരുളായിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ട് ഇസ്ലാമില്. അപ്പോൾ അത്
ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്തൊക്കെയായാലും എനിക്ക് എൻ്റെ പഠിച്ച റബ്ബിനുള്ള വിശ്വാസമുണ്ട്. അതിനിപ്പോൾ എന്തൊക്കെയാണെങ്കിലും എൻ്റെ പഠിച്ച റബ്ബിനോട് ഞാൻ തീർത്തുകൊണ്ട് അതിപ്പോൾ നമ്മളോട് ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ ഇതിങ്ങനെ പറഞ്ഞ് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആ ഒരു മൈൻഡിലേക്ക് നമ്മൾ ചിന്തിച്ച് പോവുകയാണ്. ഇപ്പം അല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല, മാറും. ഇതിന് വലിയ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അല്ലേ, ലൈഫല്ലേ, ജീവിതമല്ലേ, ഈ സമയം കടന്നു പോകുമെന്ന് പറഞ്ഞ പോലെ ഇതും കടന്നു പോട്ടെ നിനക്ക് വേണ്ടി. ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ആൾക്കാർ ഇനി എന്ത് പറഞ്ഞോട്ടെ, ഇനിയിപ്പോൾ ആൾക്കാർ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇനി പ്രതികരിക്കാൻ പോകില്ലെന്ന് തീരുമാനിച്ചു. അവർ പറയട്ടെ, ഞാൻ എൻ്റെ ലൈഫിൽ ഞങ്ങൾ ഹാപ്പിയാണ്, ഞങ്ങളെ ഹാപ്പി ആയിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സുകളുണ്ട്. അപ്പോൾ ഞാൻ ഈ പ്രതികരണം കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഞങ്ങൾ അത്രയും നല്ലൊരു ഹാപ്പിനെസ് മൊമെൻറ്റുകളും ടൈമുകളാണ് വേസ്റ്റായി പോകുന്നത്. അപ്പോൾ അവരവിടെ പറഞ്ഞോട്ടെ. ഇപ്പം ഇനിയിപ്പോൾ എന്നെ കുറ്റം പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്, എന്നെ ട്രോളുന്ന കുറേ ആൾക്കാരുണ്ട്, അവരൊക്കെ എന്നെ ട്രോളട്ടെ. അവർ ആ ട്രോളി കഴിഞ്ഞാൽ അത്രയല്ലേ ഉള്ളൂ, അവർ റീച്ച് വാങ്ങട്ടെ, ട്രോളട്ടെ, അവർ ആ വഴിക്ക് പോട്ടെ. ഞാൻ എൻ്റെ കാര്യങ്ങളും നോക്കി ഞങ്ങളുടെ ലൈഫ് നോക്കിയിട്ട് ഇനി ആർക്കും ഈ മറുപടി എക്സ്പ്രഷൻ കൊടുക്കാൻ ഞാൻ നിർത്തി. വേണ്ട, അതൊന്നുമില്ല. ഞാൻ ഇനി ഒരാള് ഒന്നും പറയാനില്ല. അവരെല്ലാം അവരുടെ ലൈഫിൽ പോട്ടെ, ഞങ്ങളുടെ ലൈഫായിട്ട് ഹാപ്പി ആയിട്ട് പോട്ടെ. തീർച്ചയായിട്ടും വെരി ഹാപ്പി ആയിട്ട് ഇരിക്കണം. ഞാൻ ദുആ ചെയ്യും നിനക്ക് വേണ്ടി. ആൻഡ് ഫ്യൂച്ചർ ഒരുപാട് സന്തോഷം. ഞാൻ സത്യം പറഞ്ഞാല് ഞാൻ ഇപ്പോൾ ഈ അമ്മയുടെ ഇഷ്യൂ കഴിഞ്ഞ ശേഷം ഒരുപാട് ഇന്റർവ്യൂസ് വരുന്നുണ്ട്, ഇപ്പൊ ഈ അമ്മയുടെ ഇന്റർവ്യൂ എടുത്ത ആൾക്കാരെ ഞങ്ങൾ വിളിച്ചു ചോദിച്ചു, ജാസിക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ വന്നാൽ പറഞ്ഞാൽ മതി എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിന്? അവർ പറഞ്ഞു എത്ര പേയ്മെന്റ്? നമ്മൾ ഒന്നും വേണ്ട, ഞാൻ ഇന്റർവ്യൂ കൊടുക്കലേ ഞാൻ നിർത്തി, ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഏറ്റവും വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ ഷെക്കിലാമ്മയാണ് വരുന്നത്. ഞാൻ പറഞ്ഞു ഷെക്കിലാമ്മയോ? ആരെ വരുന്ന ഇന്റർവ്യൂവിന്? അവരുടെ ഷെക്കിലാമ്മയാണ് വരുന്നത്. ആണോ, ഞാൻ വരാം. അങ്ങനെ വന്നത്. ഞാൻ എനിക്ക് അവനെ കാണണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമായിട്ട് വന്നതാ. ഇപ്പൊ ഈ ഇന്റർവ്യൂല് നിനക്ക് എന്തെങ്കിലും വിഷമമായ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചു? അങ്ങനൊന്നുമില്ല, ഒരിക്കലും ഇല്ല. എനിക്കറിയാം അമ്മനെ കുറിച്ച്. ഞാൻ അമ്മയുടെ ഇന്റർവ്യൂ കാണാറുണ്ട്. അമ്മയുടെ എന്താണ് ബയോളജി ഇത് വായിച്ച വ്യക്തി, ബുക്സ് വായിച്ച വ്യക്തിയാണ് ഞാൻ. അതുപോലെ അമ്മയുടെ ലൈഫ് യൂട്യൂബ് ചാനല്, പിന്നെ നമ്മുടെ കോമഡികൾ എല്ലാം ഞാൻ കാണാറുണ്ട്. നമുക്ക് ഒരുപാട് ട്രാൻസ് കുട്ടികളുണ്ട്, മക്കളായിട്ടുള്ളതുണ്ട്, ഒക്കെ എനിക്കറിയാം. അപ്പോൾ പേഴ്സണലി എനിക്കറിയാലോ എന്നെ വേദനിപ്പിക്കുന്ന ഒരിക്കലും അമ്മ ചോദിക്കുക എന്നൊരു എനിക്കുണ്ടല്ലോ. മീൻസ് അമ്മയ്ക്കും ഇഷ്ടമാണല്ലോ ട്രാൻസ് കുട്ടികളെ. അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ എനിക്കൊരു ക്വസ്റ്റ്യൻ അമ്മയോട് ചോദിക്കാനുണ്ട്. ഞാൻ ചോദിക്കട്ടെ അമ്മനോട്? ഇപ്പം അമ്മയ്ക്ക് ഒരുപാട് ട്രാൻസ് ആയിട്ടുള്ള കുട്ടികളെ അറിയാം, ഒരുപാട് പേരെ അറിയാം. സത്യം പറഞ്ഞാൽ ഈ ട്രാൻസുകൾക്ക് ഒരാളെ ദ്രോഹിക്കാൻ പറ്റുമോ അമ്മ? ട്രാൻസുകളിന് അവർക്കുള്ളിൽ നടക്കാം, കമ്മ്യൂണിറ്റിക്ക് ഉള്ളിൽ അവര് ദ്രോഹിക്കും, എല്ലാം ചെയ്യും. പക്ഷെ പുറത്ത് വന്ന് അവർ ദുനിയാദാര് പാക്കുമ്പോ ഓരോരുത്തരെയും അവര് ഞാൻ അങ്ങനെ നമുക്ക് ഒരിക്കലും ഒരാളെ ദ്രോഹിക്കാൻ പറ്റില്ല. നമുക്ക് ഇപ്പോൾ എനിക്കറിയാം ആഷ്ടമ്മയുടെ ഫീലിങ്സ്, ഞാൻ എൻ്റെ ഫീലിങ്സ് ആയിട്ട് എനിക്ക് നല്ല സങ്കടമുണ്ട്, നല്ല വിഷമം ഒക്കെ ഉണ്ട് എനിക്ക്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ സ്നേഹിച്ചു പോയി, ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. ഞാൻ ഒരാളെ സ്നേഹിക്കുന്ന എനിക്ക് ആ ഒരു സ്നേഹം പോകാൻ പറ്റത്തില്ല. അതൊരു വിഷമം എനിക്കുണ്ട്. എനിക്ക് ആഷിയുടെ ഉമ്മാൻ്റെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഇപ്പോൾ ഞാനൊരു ആഷിയുടെ ഉമ്മാൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ മോനെ എന്നെ കാണാൻ വരണം എന്നല്ലേ വിചാരിക്കുള്ളൂ. എൻ്റെ ഉമ്മ പോലും അത് പറയാറുണ്ട്. ഇപ്പോൾ നീ എന്നെ കാണാൻ വന്നില്ലെങ്കിൽ എനിക്ക് സങ്കടം ഉണ്ടാവില്ലേ ജാസി? നീ ഒന്ന് ആലോചിക്കുക. ഇപ്പോൾ നീ എൻ്റെ മോനാണ്, നീ എന്നെ ഇപ്പോൾ കാണാൻ വേണ്ടി വരുന്നത്. നീ ഒരു 2 മാസം 3 മാസം എന്നെ കാണാൻ വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ പെറ്റ വയറല്ലേ, എനിക്ക് നോവൂലെന്ന് എൻ്റെ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആഷിയുടെ ഉമ്മാൻ്റെ ഇതും വിഷമവും എനിക്ക് അറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു ഇത്. അത് ഈ ആൾക്ക് മനസ്സിലാവുന്നില്ല. എന്താ ഇത് ഇവരിങ്ങനെ ആവുന്നത്? കുറ്റപ്പെടുത്താനാണ് എല്ലാവരും നോക്കുന്നത്. അത് അവരുടെ ജോബാ. അവരൊക്കെ ജോബ്ലെസ് ആണ്. സോ അവരെന്ത് ചെയ്യും? എന്തെങ്കിലും അങ്ങനെ പറഞ്ഞ് അങ്ങനെ ടൈപ്പ് ചെയ്ത് എഴുതിക്കോട്ടെ, അതൊന്നും പ്രശ്നമല്ല. ഇനി ആർക്കും എൻ്റെ എക്സ്പ്ലനേഷനും ചെയ്യരുത്. ഓക്കെ, ഹാപ്പി ആയിട്ടറി. ഇറ്റ് വാസ് എ നൈസ് കോൺവെർസേഷൻ വിത്ത് യു. സോ വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ജാസിൻ്റെ അടുത്ത് സംസാരിച്ചു. എല്ലാവർക്കും അവരുടെ ഫീലിങ്സ് ഉണ്ട്. യു ആർ നോട്ട് എനിബഡി ടു ജഡ്ജ് എനിബഡീസ് ഫീലിങ്സ്. നമുക്ക് നമ്മുടെ ഫീലിങ്സ് ജഡ്ജ് ചെയ്താൽ മാത്രം മതി. ഇനിയോരുത്തരെ ജഡ്ജ് ചെയ്യാൻ നമുക്ക് ആവശ്യമില്ലാത്ത വേലയാണ്. അവരുടെ ലൈഫ് ജീവിച്ച് പോട്ടെ, നിങ്ങളുടെ ലൈഫ് ജീവിക്കുക. സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ, ടാറ്റ, ലവ് യു. വെറും 7,990. കിടിലൻ ഓഫറുകൾ ഇടാൻ തുടങ്ങിയപ്പോൾ അത് കിടിലമണിയായിട്ട് 7,990 ഇട്ടിരിക്കുന്നത്. 365 ദിവസം നമുക്ക് ഓഫറുള്ള ഷോപ്പാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്, ഷൊർണൂർ, വെട്ടിക്കാട്ടിരി.